ഇവിടെ ഇപ്പൊ ഇത്രയും പറഞ്ഞതില് നമുക്ക് ഇതില് ആരാണ് ഷിയാബുക്കിന്റെ അഭിപ്രായത്തില് ഈ മുനമ്പം വിഷയത്തിലെ യഥാർത്ഥ പ്രതി? കാരണം ആളുകള് ചർച്ചകൾ പല രീതിയിലാണ് പോകുന്നത്. നമ്മളിപ്പം എൻഡോസൾഫാന്റെ കേസ് പറഞ്ഞ പോലെ എൻഡോസൾഫാൻ ആണ് അതിന് കാരണമെങ്കിൽ അതായിരിക്കണം നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിന് വേറെന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അതാണ് ഡീൽ യഥാർത്ഥ ഇതിൽ ആരാണ് യഥാർത്ഥ കുറ്റവാളി എന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പൊ ഹോമിയോ മരുന്ന് പോലെ നമ്മൾ ഒരു ചികിത്സ വൈകിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഓൺലൈൻ മീഡിയയിലെ ചർച്ചകളൊക്കെ കാണുമ്പോൾ ഇതിൽ പ്രതി ആരാണ്, ഇതിൽ ആരാണ് കുറ്റക്കാര് എന്നുള്ളതിന് കൺഫ്യൂഷൻ ഉണ്ട്. ഈ സമരക്കാർക്ക് ഒരു ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ യഥാർത്ഥ ആർക്കെതിരെയാണ് സമരം ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ. ഷിയാബുദ്ദീൻ ഭായിയുടെ അഭിപ്രായത്തിൽ ആരാണ് യഥാർത്ഥ പ്രതി? ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ തോതിൽ പല ആൾക്കാരെയും പല സ്ഥാപനങ്ങളെയും പ്രതിയാക്കി അല്ലെങ്കിൽ കുറ്റവാളിയാക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള വിശദീകരണങ്ങളും അതുപോലെ തന്നെയുള്ള ചിത്രീകരണങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിൽ ഒരു കാര്യം പറയുന്നത്, തുടക്കം മുതലേ പറയുകയാണെങ്കിൽ, ഇത് പട്ടയം ആണ് ശ്രീമൂലം തിരുനാള് സത്താർ സേട്ടിന് കൊടുത്തിട്ടുള്ളത്. അത് സ്വന്തം ഭൂമിയാക്കി വകമാറ്റിയ സിദ്ദീഖ് സേട്ടാണ് തുടക്കത്തിൽ ഒരു പ്രതിയായിട്ട് നിരീക്ഷിക്കപ്പെടുന്നത്. ഒരു ആരോപണം അദ്ദേഹത്തിന് നേരെയാണ്. രണ്ടാമത്തെ പ്രതി ആയിട്ട് ചിത്രീകരിക്കപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വഖഫ് ബോർഡാണ്. വഖഫ് ബോർഡിന് അനാവശ്യമായിട്ടുള്ള ഒരുപാട് അധികാരങ്ങൾ കൊടുത്തു. അത് അവര് ദുർവിനിയോഗം ചെയ്യുന്നു. ഏത് വസ്തുവും തോന്നിയാൽ, വഖഫാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കുന്ന തരത്തിൽ ഉള്ള പെരുമാറ്റമാണ് ഇന്ത്യയിലെ എല്ലാ വഖഫ് ബോർഡുകളും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ വഖഫ് ബോർഡും ഭിന്നമൊന്നുമല്ല. അത് ഈ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ കാക്കാമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. അതിന് ഇന്ത്യ മഹാരാജ്യത്തെ നിയമങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ മാനദണ്ഡങ്ങളോ മൂല്യങ്ങളോ ഒന്നും ബാധകമല്ല. മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുക, പരമാവധി സ്വത്ത് പള്ളിക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന താല്പര്യത്തോടെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് വഖഫ് ബോർഡാണ് ഒന്നാം പ്രതി എന്നാണ് മറ്റൊരു നിരീക്ഷണം. വേറൊരു ഭാഗത്ത് മൂന്നാമതായിട്ട് നമുക്ക് ഈ ആരോപിക്കപ്പെടുന്ന കുറ്റവാളി സംസ്ഥാന ഗവൺമെന്റാണ്. സംസ്ഥാന ഗവൺമെന്റ് ആണ് ഈ പറഞ്ഞ മുഴുവൻ ആധാരങ്ങളും രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളതും ഈ 2019 വരെയും സംസ്ഥാന സർക്കാരിന്റെ റവന്യൂ വകുപ്പാണ് ഇതിന്റെ കരം ഈടാക്കി പോന്നിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ഇല്ലീഗൽ ഡീഡ്സ് ആയിരുന്നു, അല്ലെങ്കിൽ ആധാരങ്ങളൊന്നും ചെയ്യപ്പെടാൻ പാടില്ലാത്തവയായിരുന്നു, അവയൊക്കെ നിയമവിരുദ്ധമായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സർക്കാർ ഇതിനൊക്കെ അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ കരം പിരിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് സർക്കാർ ഇതിനകത്ത് കൂട്ടുപ്രതിയാണ് എന്ന് പറയുന്ന ഒരു കാര്യം. ഈ മൂന്ന് തരത്തിലാണ്, ഈ മൂന്ന് കുറ്റവാളികളെയാണ് പൊതുവെ ഇതുവരെയും പ്രത്യക്ഷമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് വിവിധ നരേഷനുകൾ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ യഥാർത്ഥ പ്രതി എന്റെ അഭിപ്രായത്തിൽ രംഗത്ത് വന്നിട്ടില്ല. ആരോപണം അവർക്ക് നേരെ വലിയ തോതിൽ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. 2 ദിവസങ്ങൾക്ക് മുമ്പ് വഖഫ് മന്ത്രി, അങ്ങനെ പറയുന്നത് ശരിയല്ല, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കാര്യ വകുപ്പ് മന്ത്രി ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ആ പ്രസ്താവന ചുരുക്കത്തിൽ ഇങ്ങനെയാണ്: ഫാറൂഖ് കോളേജാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രതി, കുറ്റവാളി ആയിട്ട് വരുന്നത് ഫാറൂഖ് കോളേജാണെന്നൊരു നിരീക്ഷണം അദ്ദേഹം പറഞ്ഞിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫാറൂഖ് കോളേജിനെ പ്രതിയാക്കിക്കൊണ്ട് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭൂസംരക്ഷണ സമിതി, മുൻപത്തെ ഭൂസംരക്ഷണ സമിതിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ ബിഷപ്പ് കൗൺസിൽ ഉണ്ടോ, കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലിന്റെ ഭാഗത്തു നിന്നോ ഒന്നും വരാത്ത ഒരു പുതിയ ഒരു പ്രസ്താവനയാണ് മന്ത്രിയുടെ ഭാഗത്ത് വന്നിട്ടുള്ളത്. എനിക്കും എന്റെ അഭിപ്രായത്തിൽ ഫാറൂഖ് കോളേജ് തന്നെയാണ് ഒന്നാം പ്രതിയാക്കാനായിട്ട് തോന്നുന്നത്. അതിന് 1-2 കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ വഖഫ് പ്രോപ്പർട്ടി ആണ് എന്നറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി ഇതിൽ ഫാറൂഖ് കോളേജാണ്. ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഫാറൂഖ് കോളേജ് മുൻപത്തെ വസ്തുക്കളുടെ വിൽപ്പനയ്ക്കുള്ള പവർ ഓഫ് അറ്റോർണി MV പോൾ എന്ന് പറയുന്ന വക്കീലിന് അല്ലെങ്കിൽ അഡ്വക്കേറ്റിന് നൽകുന്നത്. അത് നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ്. അടുത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത്, 2008 വരെയും ഈ മുനമ്പം പ്രോപ്പർട്ടിയിൽ 290.76 സെന്റിന് ഫാറൂഖ് കോളേജ് കുഴിപ്പള്ളി വില്ലേജ് ഓഫീസിൽ കരമടച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 2008 വരെ തങ്ങളുടെ പ്രോപ്പർട്ടിയാണെന്ന് അവകാശപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഫാറൂഖ് കോളേജ്. ഇതേ അവകാശവാദം തന്നെ കേരള ഹൈക്കോടതിയിൽ ഇവർ ഉന്നയിക്കുകയും തൃക്കാക്കര സർവേയറെ കൊണ്ട് ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി അതിൽ പരാതിക്കാരനായ 2008 ഒരു അപ്പീൽ പെറ്റീഷനാണ്. അതിൽ പരാതിക്കാരൻ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയിൽ നിന്ന് അയാളെ ഒഴിവാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതും ഇതേ ഫാറൂഖ് കോളേജ്. അപ്പൊ 2008 ഫാറൂഖ് കോളേജ് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന ഹർജിയിൽ അവരൊരു കാര്യം പറയുന്നുണ്ട്, അവർ കാര്യം ഹാജരാക്കുന്നുണ്ട്. ഒന്ന്, 97-98 കാലഘട്ടത്തിൽ 11,772 രൂപ കരമടയ്ക്കണമെന്ന് കാണിച്ചുകൊണ്ട്
കുഴിപ്പള്ളി വില്ലേജ് ഓഫീസർ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിമാൻഡ് നോട്ടീസ്, കരം അടയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഡിമാൻഡ് നോട്ടീസ്. 2, 97, 98 കാലത്തെ കരം, ഒരു വർഷക്കാലത്തെ കരം അടച്ചുകൊണ്ട് 5818 രൂപ കരം അടച്ചുകൊണ്ട് ഉള്ള രസീത്. അതിന്റെ ഡേറ്റ് 11/2/98. അപ്പോ 98, 99 കാലം വരെയും തങ്ങളുടെ കൈവശമുള്ള ഭൂമിയാണെന്നാണ് ഫാറൂഖ് കോളേജ് അവകാശപ്പെട്ടിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ഫാറൂഖ് കോളേജ് വിറ്റു, 85-നും 95-നും ഇടയ്ക്ക് വിറ്റു എന്ന് പറയുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാകാത്തത്. അപ്പൊ അവിടെ വിൽപ്പന നടന്നിട്ടുണ്ടെങ്കിൽ വാങ്ങിയ ആൾക്കാരല്ലേ കരം അടയ്ക്കുക, വാങ്ങിയ ആൾക്കാരിൽ നിന്നല്ലേ കരം വില്ലേജ് ഓഫീസർ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ഇതുകൂടാതെ മറ്റൊരു അടിസ്ഥാന പ്രശ്നം കൂടി അവിടെയുണ്ട്. എത്ര ഭൂമിക്കാണ് കരം അടയ്ക്കുക എന്നുള്ളത്. 290 ഏക്കർ 76 സെന്റിനാണ് കരം അടയ്ക്കുക. എന്നാൽ ഫാറൂഖ് കോളേജ് അവകാശവാദം എന്താണ്? ഈ പറഞ്ഞ സിദ്ദീഖ് സേട്ട് വഖഫാക്കി നൽകുന്നതിന് മുമ്പ് തന്നെ 1934 വെള്ളപ്പൊക്കത്തിൽ 300 ഏക്കർ സ്ഥലം കടലെടുത്തു പോയി എന്നാണ് ഫാറൂഖ് കോളേജിന്റെ അവകാശം. ഈ കടലെടുത്തു പോയ സ്ഥലത്തിന്റെ എങ്ങനെയാണ് 97-98 കരം അടയ്ക്കാനായിട്ട് വില്ലേജ് ഓഫീസർ നോട്ടീസ് കൊടുക്കുക, എങ്ങനെയാണ് ആ കരം ഫാറൂഖ് കോളേജ് അടയ്ക്കുക? ഇത് രണ്ടും ഞങ്ങളുടെ കൈവശമുള്ള പ്രോപ്പർട്ടിയാണിത് എന്ന് തെളിവായി ഹൈക്കോടതിയിൽ ഫാറൂഖ് കോളേജ് ഹാജരാക്കി. ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 23/1/90 കുഴിപ്പള്ളി വില്ലേജ് ഓഫീസർ നൽകിയിട്ടുള്ള കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഇതോടൊപ്പം ഈ ഫാറൂഖ് കോളേജ് ഹാജരാക്കിയിട്ടുണ്ട്. അപ്പൊ 90-ൽ ഈ പറഞ്ഞ 290.76 ഏക്കർ സ്ഥലം തങ്ങളുടെ കൈവശമാണ് എന്ന് ഫാറൂഖ് കോളേജ് തന്നെ അവകാശപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിഷയം. അപ്പോ 53/1967 OS നമ്പറായിട്ടുള്ള കേസിൽ 971-ൽ പറവൂർ സബ് കോടതി ഒരു വിധി പുറപ്പെടുവിക്കുമ്പോൾ അത് വഖഫ് പ്രോപ്പർട്ടി ആണെന്നും ഫാറൂഖ് കോളേജാണ് അതിന്റെ ഉടമസ്ഥരെന്നും കൃത്യമായിട്ട് പ്രസ്താവിച്ചിരിക്കെ 975-ൽ ഹൈക്കോടതി അത് കൺഫേം ചെയ്തിരിക്കെ അത് വിൽക്കാൻ പാടില്ലാത്ത പ്രോപ്പർട്ടിയാണെന്ന് അറിയാത്ത ആൾക്കാരാണോ ഫാറൂഖ് കോളേജ് പോലെയുള്ള ഒരു ഇസ്ലാമിക മതസ്ഥാപനം നടത്തുന്ന ഒരു കോളേജ് എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ഇതിനിടയ്ക്ക് സാന്ദർഭികമായിട്ട് ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1998 മുതൽ 2003 വരെ, 98-ലാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം. ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളുടെയൊക്കെ ഈ പറഞ്ഞ കരം അടച്ച രസീതും നോട്ടീസും ഒക്കെ വരുന്നത് 98-99 കാലത്താണ്. ഈ 98-99 കാലത്ത് 98 ഡിസംബർ മാസമാണ് MV പോളിന് ഈ വസ്തു കൈമാറ്റം ചെയ്യാനുള്ള പവർ ഓഫ് അറ്റോർണി ഫാറൂഖ് കോളേജിൽ കൊടുക്കുന്നത്. 98-ലാണ് മുൻ ഫാറൂഖ് കോളേജ് പ്രിൻസിപ്പൽ ആയിട്ടുള്ള KA ജലീൽ എന്ന് പറയുന്ന വ്യക്തി വഖഫ് ബോർഡിന്റെ ചെയർമാനാകും. അദ്ദേഹം 2003 വരെ വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആയിരുന്നയാളാണ്. അപ്പോ വഖഫ് ബോർഡിന്റെ ചെയർമാന് മുൻ ഫാറൂഖ് കോളേജിന്റെ പ്രിൻസിപ്പലിന് 1957 മുതൽ 1979 വരെ 22 വർഷക്കാലം ഫാറൂഖ് കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിരുന്ന വ്യക്തിയായിട്ടുള്ള KA ജലീലിന് മുൻപത്തെ പ്രോപ്പർട്ടിയെ കുറിച്ച് അറിയില്ല എന്നോ അല്ലെങ്കിൽ MV പോളിന് ഇത് പവർ ഓഫ് അറ്റോർണി കൊടുത്തിരുന്നു എന്നുള്ള കാര്യമോ അറിയില്ല എന്ന് പറയാൻ നിവർത്തിയില്ല. അതുകൊണ്ട് 98-ലെ വഖഫ് ബോർഡ് കൃത്യമായിട്ടുള്ള അനാസ്ഥ ആ വഖഫ് ബോർഡിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഫാറൂഖ് കോളേജുമായിട്ട് ഒത്തുചേർന്ന് ചില കളികൾ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സംശയത്തിന്റെ തലത്തിൽ മാത്രമേ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. കാരണം ഇതൊന്നും രേഖയിലുള്ള കാര്യമില്ല. രേഖയിലുള്ള കാര്യം 98-ലാണ് ഈ പറഞ്ഞ പവർ ഓഫ് അറ്റോർണി നൽകപ്പെടുന്നതും ഡീഡിന് അല്ലെങ്കിൽ പറഞ്ഞ വിൽപ്പനയുടെ തുടക്കം സംഭവിക്കുന്നത്. അതേ സമയത്ത് തന്നെയാണ് ഹൈക്കോടതിയിൽ ഈ പറഞ്ഞ വിഷയത്തിൽ ചില പരാതികൾ ഉണ്ടാകുന്നതും 2008-ൽ അവ തീർപ്പാകുന്നതൊക്കെ തന്നെ. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഫാറൂഖ് കോളേജാണ് ഇതിലെ പ്രതി എന്നുള്ളത് മാത്രമല്ല, ഫാറൂഖ് കോളേജിന്റെ പേരിൽ ചില കാര്യങ്ങൾ കൂടി എനിക്ക് പറയാൻ താല്പര്യമുണ്ട്. ഒന്ന്, ഫാറൂഖ് കോളേജ് ചില ചതികൾ നടത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ ചതി എന്ന് പറയുന്നത് ക്രയവിക്രയാവകാശങ്ങളോട് കൂടി ആണ് ഫാറൂഖ് കോളേജ് 1950-ല് 53/1950 എന്ന് പറയുന്ന ഈ ആധാരം, വഖഫ് ആധാരം രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ക്രയവിക്രയാവകാശങ്ങൾ നൽകിക്കൊണ്ടാണ്. വഖഫിന്റെ മേൽ ക്രയവിക്രയാവകാശം ഇല്ല എന്നറിയാത്ത ആൾക്കാരല്ല അന്നത്തെ ഫാറൂഖ് കോളേജിന്റെ മാനേജിംഗ് കമ്മിറ്റിയിലുള്ള സീതി സാഹിബ് അടക്കമുള്ള അന്നത്തെ പ്രഖ്യാത മുസ്ലിം ലീഗ് നേതാക്കളും അദ്ദേഹം പിന്നീട് പനപ്പള്ളി ഗോവിന്ദമേനോന്റെ മന്ത്രിസഭയിൽ സ്പീക്കർ ആയിരുന്നയാളാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർക്ക് ഇസ്ലാമിക നിയമങ്ങൾ അറിയില്ല എന്നൊന്നും പറഞ്ഞാൽ ആർക്കും സമ്മതിച്ചു തരാൻ പറ്റില്ല. ഇതാണ് ഒരു ചീറ്റിംഗ്. രണ്ടാമത്തെ ചീറ്റിംഗ് എന്ന് പറയുന്നത് അവിടെ കൂടിക്കിടപ്പുകാരുണ്ട് എന്നുള്ള കാര്യം ആരറിയണം?
ഇത് പ്രോപ്പർട്ടി ഏറ്റുവാങ്ങുന്ന ആൾക്കാർ അറിയണം. അപ്പൊ 50-ൽ അവിടെ കുടികിടപ്പുകാർ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ കാര്യം മെൻഷൻ ചെയ്യാതെ പൂർണ്ണമായിട്ടുള്ള ദേഹങ്ങൾ, പൂർണ്ണ കൈവശാവകാശം ഉണ്ടായിരിക്കുകയും ദേഹങ്ങൾ കൈപ്പറ്റി വരികയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ ഒരു ആധാരം നടക്കുകയും ആ ആധാരത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതേപടി ഫാറൂഖ് കോളേജ് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അന്നത്തെ നിയമത്തെ പറ്റിച്ചു എന്ന് പറയുന്ന ഒരു കുറ്റം കൂടി ഇവരുടെ പേരിൽ വരും. അടുത്ത ഒരു ചരിത്രം എനിക്ക് പറയുകയാണെങ്കിൽ 1998 മുതൽ 2003 വരെയുള്ള പീരീഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആയിരുന്നയാള്, ഫാറൂഖ് കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ ആയിരുന്നയാള്, കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ ആയിരുന്നയാള് ഈ വിഷയത്തിൽ ഉള്ള ഗ്രാഹ്യം, തന്റെ അറിവിനെ ഉപയോഗിക്കാതെ അല്ലെങ്കിൽ വഖഫ് ബോർഡിന്റെയോട് നീതി പുലർത്താതെ പ്രവർത്തിച്ചു. അത് ഫാറൂഖ് കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ എന്ന രീതിയിൽ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫാറൂഖ് കോളേജിന്റെ പേരിലുള്ള ഒരു ചതിയായിട്ട് മാത്രമേ എടുക്കാനായിട്ട് പറ്റൂ. അടുത്ത ഒരു കാര്യം പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിസാർ കമ്മിറ്റി അന്വേഷണം നടത്തുന്ന വേളയിൽ ഫാറൂഖ് കോളേജ് ഹൈക്കോടതിയിൽ നിസാർ കമ്മീഷനെ ചോദ്യം ചെയ്തുകൊണ്ട് അപ്പീൽ സമർപ്പിക്കുന്നുണ്ട്. ഇവർക്ക് എന്താണ് അധികാരം? ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ കമ്മീഷൻ ആക്ട് 1952 കമ്മീഷൻ ആക്ട് പ്രകാരം സ്ഥാപിതമായ ഒന്നാണ് നിസാർ കമ്മിറ്റി. നിയമം വഴി സ്ഥാപിതമായിട്ടുള്ള ഒരു എൻക്വയറി കമ്മീഷനോട് നെഗറ്റീവായിട്ട് പ്രതികരിക്കുകയും അവർക്കെതിരെ ഹൈക്കോടതിയിൽ പോവുകയും അങ്ങനെ ഹൈക്കോടതിയെ കൂടി ചതിക്കാനായിട്ടുള്ള ശ്രമം അവിടെ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ചതി എന്ന് പറയുന്നത്, ഈ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ദൈവവിശ്വാസികളാണല്ലോ, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അവർ വിശ്വസിക്കുന്ന അള്ളാഹുവിനെ ചതിച്ചു എന്നും കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം അള്ളാഹുവിന്റെ പേരിലുള്ള പ്രോപ്പർട്ടി, എന്താ പറയുക, പ്രപഞ്ച സൃഷ്ടാവിന്റെ വകയിലുള്ള പ്രോപ്പർട്ടി ഫാറൂഖ് കോളേജ് പോലൊരു സ്ഥാപനം അദ്ദേഹത്തിന്റെ അനുവാദം കൂടാതെ എടുത്ത് വിറ്റ് കാശ് വാങ്ങി എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ ദൈവത്തെ പറ്റിച്ച അമ്പലം വിഴുങ്ങി എന്നൊക്കെ പറഞ്ഞ പോലെ ആ അല്ലെ, പണ്ട് അമ്പലം വിഴുങ്ങി പോലെ വഖഫ് വിഴുങ്ങിയ സ്ഥാപനമായിട്ട് ഫാറൂഖ് കോളേജ് മാറി എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിന്റെ താല്പര്യം, അള്ളാഹുവിന് അടിയറ വെച്ച സ്വത്ത് പോലും വിഴുങ്ങുന്ന പരിപാടിയിലേക്ക് ഫാറൂഖ് കോളേജ് പോയിട്ടുണ്ടെങ്കിൽ, അത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ, നമ്മളൊന്നും വിശ്വാസികളല്ല, പക്ഷെ വിശ്വാസികളുടെ ഒരു മാനദണ്ഡത്തിൽ നോക്കുമ്പോൾ ഫാറൂഖ് കോളേജ് അള്ളാഹുവിനെയും ചതിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ ഇവിടെ ഒരു ക്ലാരിറ്റി വരുന്നത് എന്താ വെച്ചാല്, ഓൾറെഡി ഹൈക്കോടതി വിധി ഉണ്ട്, ഇത് വഖഫ് സ്ഥലമാണ്. അതിന്റെ ശേഷമാണ് ഈ രജിസ്ട്രേഷൻ മൊത്തം നടക്കുന്നത്. അതാണ് ഒന്നാമത്തെ പോയിന്റ് അല്ലേ, ഒരു പോയിന്റ്. ഈ രജിസ്ട്രേഷൻ മൊത്തം നടക്കുന്നത് കോടതി വിധി കൺഫേം ചെയ്തതിന്റെ ശേഷമാണ്. അതായത് ആ വഖഫ് ബോർഡിന്റെ ഓർഡർ ഉണ്ട് അതിനകത്ത്. ആ വഖഫ് ബോർഡിന്റെ ഓർഡറിൽ അത് എക്സ്പ്ലിസിറ്റ്ലി സ്പെസിഫിക്കലി കാറ്റഗറിക്കലി അവർ അലജ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 3-ാമത്തെ പേജിലാണെന്നാണ് എന്റെ ഓർമ്മ. ആ തുടക്കത്തെ പാരഗ്രാഫിൽ തന്നെ പറയുന്നുണ്ട്, ആ വസ്തു വിൽക്കാനായിട്ട് ഉണ്ടാക്കിയ തീയതി 1998-ലാണ്. അതിക്ക് മുമ്പ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ കൺഫർമേഷൻ വന്നു കഴിഞ്ഞു ഇത് വഖഫ് ഭൂമിയാണ്, കാറ്റഗറിക്കലി വഖഫ് ഭൂമിയാണെന്നുള്ള നോട്ടീസ് ഫാറൂഖ് കോളേജിന് ലഭിച്ചു കഴിഞ്ഞു. എന്നിട്ടാണ് അവർ ആ വസ്തു വിൽപ്പന. അത് ഒട്ടും ശരിയായ നടപടിയാണ്. അത് വളരെ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ആക്ട് ആണെന്ന് വഖഫ് ബോർഡും കണ്ടിട്ടുണ്ട്. വഖഫ് ബോർഡ് അതനുസരിച്ചിട്ടാണ് ഓർഡർ പാസ്സാക്കിയിരിക്കുന്നത്. ഇപ്സ ഫാക്ടോ. വേറൊരു ഡൗട്ട് വരുന്നത്, ഇപ്പൊ ഇന്ന് അവിടെ താമസിക്കുന്ന ആളുകളിൽ കുടികിടപ്പ് അവകാശികളായിട്ട് അതിന് എന്തോ ലിമിറ്റേഷൻ ഉണ്ടല്ലേ, 10 സെന്റിൽ കൂടുതലാവാൻ പാടില്ല, അങ്ങനെ എന്തൊക്കെയോ ഇല്ലേ? അതെ അതെ. അങ്ങനത്തെ കേസുകളാണോ, അല്ലെ ആ കേസുകളാണോ കൂടുതലുള്ളത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഫാറൂഖ് കോളേജിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കരമടിച്ചു എന്ന് പറയുന്ന ആളുകളുടെ കേസാണോ ഏറ്റവും കൂടുതലുള്ളത്? എങ്ങനെയാണ് അതിന്റെ ഒരു അളവ്? നമ്മളത് കൃത്യമായിട്ട് അതിന്റെ ഡാറ്റ എടുത്ത് പോയി പരിശോധിക്കേണ്ടി വരും. പക്ഷെ നമുക്കൊരു റീസണബിൾ അസംഷനിൽ എത്താം, വസ്തു മേടിച്ചവർക്കാണ് കൂടുതലായിട്ട് അതിനകത്ത് വിഷയം വന്നിരിക്കുന്നത്. കാരണം നിസാര ഏക്കർ അല്ലല്ലോ, നിസാര എക്സ്റ്റന്റ് അല്ല പ്രോപ്പർട്ടിക്കുള്ളത്. അതിനകത്ത് ആ കുടികിടപ്പുകാരായിട്ട് കേസ് കൊടുത്തിട്ട് അവരെ ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞ് കേസ് കൊടുത്തതിന് ശേഷം അവർക്ക് കൺഫേം ചെയ്ത് കിട്ടിയെന്ന് വഖഫ് ബോർഡിന്റെ ഓർഡറിൽ തന്നെ പറയുന്നത് അതിനെ കൂടെ 4-5 പേരേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ അതിനുശേഷം മിക്കവാറും കാശ് കൊടുത്ത് മേടിച്ചവരുണ്ടാവാം. ഇതിനകത്ത് ഏറ്റവും വലിയ സങ്കടകരമായ വസ്തുത എന്ന് പറഞ്ഞാല്, ഒറിജിനലി കാശ് കൊടുത്ത് മേടിച്ച ആൾക്കാരുടെ കയ്യിൽ നിന്ന് 3-4 തവണയെങ്കിലും മിനിമം കൈമറിഞ്ഞ് പുതിയ ഓണേഴ്സിന്റെ കയ്യിലോട്ട് വന്നു. മനസ്സിലായോ? അവരൊക്കെ എന്റെ അഭിപ്രായത്തിൽ ഇന്നസെന്റ് പർച്ചേസേഴ്സ് ആണ്. അവർക്ക് അറിയില്ല, ഇതിനെ കുറിച്ച് അറിയില്ല. പിന്നെ വസ്തു മേടിക്കുമ്പോൾ ലീഗലി നോക്കിയും കണ്ടും മേടിക്കണം എന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ളത് ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയും കണ്ടും വേണം മേടിക്കാനായിട്ട്. ഇതിനകത്ത് നമ്മൾ റിലേ ചെയ്യേണ്ട ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഖഫ് ബോർഡിന്റെ ഓർഡറാണ് നിലവിൽ. ആ വഖഫ് ബോർഡിന്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ സംഘികളും ക്ലബ് ഹൗസിൽ ഇരുന്നിട്ട് നമ്മള് ചില റൂമുകളിൽ ഇരുന്ന് ആരോപിക്കുന്നത് പോലെ തോന്നി കണ്ടു ഇഷ്ടപ്പെട്ടു എന്നല്ല എടുക്കുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ഭാഗവും കൃത്യമായിട്ട് കേട്ട് ഒരു 4 പേജുള്ള ഓർഡറാണ്. അതിനകത്ത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് അവർ ഓരോന്നിനും കൃത്യമായിട്ട് റീസൺസും റെഫറൻസുകളും വെക്കുന്നുണ്ട്. പക്ഷേ സൂരജ്, എനിക്കൊരു സംശയം. ഈ വിഷയത്തിൽ ഈ മുനമ്പം നിവാസികളെ പറയാനുള്ളത് വഖഫ് ബോർഡ് കേട്ടില്ല എന്ന് പറയുന്ന ഒരു ആരോപണം ഉണ്ടല്ലോ. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളവും
ഈ പറഞ്ഞ ഉത്തരവ് പുറപ്പെടുവിക്കും. 2019 ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പായിട്ട് വഖഫ് ഭൂമി ആണ് ഇത്, നിങ്ങൾക്ക് ഇതേപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ, ഉണ്ടെങ്കിൽ രേഖകളോടുകൂടി ഓഫീസിൽ ഹാജരാകുക, അല്ല സിറ്റിംഗ് ഇന്ന ദിവസം ഉണ്ടായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷനോ അനൗൺസ്മെന്റോ വഖഫ് ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന വ്യാപക പരാതിയുണ്ട്. അതെ ഞാൻ നോക്കുമ്പോൾ വഖഫ് ബോർഡിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള പ്രധാന വീഴ്ച, എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. അതെ 1960 രൂപീകൃതമായ വഖഫ് ബോർഡ് മുനമ്പ വിഷയത്തിലെ അല്ലെങ്കിൽ മുനമ്പത്തെ ഈ ഭൂമിയെ സംബന്ധിച്ച് യാതൊരു നടപടിയും 2016 വരെയും എടുത്തിട്ടില്ല എന്ന് ശ്രദ്ധേയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വഖഫ് ബോർഡിന് അവിടുത്തെ മുൻപ് നിവാസികളെ ഉപദ്രവിക്കാനായിട്ട് പ്രത്യേക താല്പര്യമൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഹൈക്കോടതി 2016 ഈ വിഷയത്തിൽ സർക്കാരും വഖഫ് ബോർഡും കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട അവസരത്തിൽ വഖഫ് ബോർഡിന് മറ്റൊരു നിവൃത്തിയില്ലായക കൊണ്ട് ഇങ്ങനൊരു ഓർഡർ ഇടേണ്ടി വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അല്ല പക്ഷെ അങ്ങനെ ഓർഡർ ഇടുമ്പോൾ അവിടെ എനിക്ക് ഡിസഗ്രിമെന്റ് നമ്മൾ പറയുന്ന അല്ലല്ല അവിടെ 95 വഖഫ് ആക്ട് 1995 സെക്ഷൻ 40 പറയുന്ന ഈ പറയുന്ന എന്താ പറയുക ഒരു എൻക്വയറി നടത്തുക എന്നുള്ളതും ഇതിന്റെ ഇത് ബാധിക്കുന്ന ആൾക്കാരെ കേൾക്കുക, അവരെ കേൾക്കുക എന്ന് പറയുന്ന ഒരു കാര്യവും നടക്കാതെ പോയിട്ടില്ല എന്നുള്ളതാണ് എനിക്കൊരു സംശയം. അതായത് ഷിയാബൊക്കെ പറഞ്ഞതിനകത്ത് അതിനകത്ത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടൊരു ഉത്തരം യെസ് ഓർ നോ എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1900 ആദ്യത്തെ വഖഫ് നിയമത്തിൽ തന്നെ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന് രൂപീകരിക്കുന്നു. 71 ഹൈക്കോടതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഫസ്റ്റ് അപ്പീലിലുള്ള വിധി വരുമ്പോൾ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞ സ്ഥാപനം ഇൻ പ്രിൻസിപ്പിൾ എക്സിസ്റ്റ് ചെയ്യുന്നു. വഖഫ് ഭൂമിയാണെന്ന് കോടതിയുടെ ഡിക്ലറേഷൻ ഉണ്ട്. എന്തുകൊണ്ട് ഇത് വഖഫ് ഭൂമിയായിട്ട് രജിസ്റ്റർ ചെയ്തില്ല? ആദ്യത്തെ ചോദ്യം. അത് ചെയ്തിട്ടില്ല. വഖഫ് ബോർഡ് അത് ചെയ്തില്ല. ആ വിധി വന്നു കഴിഞ്ഞതിന് ശേഷം 98 ഈ പറഞ്ഞ ഫറൂഖ് കോളേജ് ഈ പറഞ്ഞ വ്യക്തിയുമായിട്ട് കരാർ എഴുതുന്നത് വസ്തു വിൽക്കാനായിട്ട്. 98 ശേഷമാണ് എം പി പോളുമായിട്ട്. അതെ പവർ ഓഫ് അറ്റോർണി കൊടുക്കും. അതെ, അത് കഴിഞ്ഞതിന് ശേഷമാണ് 98 ശേഷമാണ് വസ്തു വിൽപ്പനകൾ മുഴുവൻ നടന്നിട്ടുള്ളത്. അപ്പൊ പക്ഷേ ഇവിടെ ഒരു കാര്യം പൊതുവെ പ്രചരിപ്പിക്കപ്പെടുന്നത് 85-നും 95-നും ഇടയ്ക്കാണ് ഏറ്റവും കൂടുതൽ വസ്തു വിൽപ്പന നടന്നിട്ടുള്ളത് എന്നാണ്. പക്ഷെ നമുക്ക് നമ്മുടെ കയ്യിൽ ഇന്നേ വരെയും ഇത് സംബന്ധമായിട്ട് ഒരു രേഖയും ഏതെങ്കിലും ഒരു ആധാരത്തിന്റെ പകർപ്പ് പോലും നമ്മുടെ കിട്ടിയിട്ടില്ല. കാരണം അപ്പൊ നമ്മൾ ഈ 98-ന് ശേഷമാണ് എന്നുള്ള കാര്യത്തിൽ ഉറപ്പിക്കണം എന്നുള്ളതാണ് ഒരു ചോദ്യം. അല്ല, അത് 85 വിൽപ്പന നടന്നിട്ടുണ്ടെങ്കിൽ കൂടിയും അവിടെ പറവൂർ സബ് കോടതിയുടെ വിധിയുണ്ട്. അവിടെയും പ്രശ്നമാണ്. സിവിൽ കോടതിയുടെ ഡിഗ്രി എപ്പോഴും സ്റ്റാൻഡിംഗ് ആണ്. അത് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. വിൽപ്പന നടന്നു എന്ന് ഇവർ പറയുന്ന ഏത് ഡേറ്റ് പിടിച്ചാലും അതിക്ക് മുമ്പ് കേസ് ഉണ്ട്, വിധിയുണ്ട്. മനസ്സിലായി? വാട്ട് എവർ ഇറ്റ് മേ ബി, വഖഫ് ആണെന്നുള്ള ഡിക്ലറേഷൻ അവിടെ ഓൾറെഡി ഒരു ലീഗൽ എന്റിറ്റിയുടെ ഭാഗത്ത്. അത് ഇവരാരോപിക്കുന്നത് പോലെ തോന്നി കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന വഖഫ് ബോർഡ് അല്ല, തെളിവെടുത്ത് വിധി പാസാക്കിയ പാവ സിവിൽ കോടതികൾ. അപ്പോ വഖഫ് ഭൂമിയാണെന്നുള്ള ഡിക്ലറേഷൻ അവിടെ ഉണ്ട്. വഖഫ് ഭൂമിയാണെന്നുള്ള ഐഡന്റിഫിക്കേഷൻ വന്നു. അത് വഖഫ് ബോർഡിൽ അത് രജിസ്റ്റർ ചെയ്തില്ല. അത് വഖഫ് ബോർഡിന്റെ ഭാഗത്ത് അന്നിരുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വന്ന കൃത്യവിലോപനം തന്നെയാണെന്ന് ഞാൻ പറയും. പബ്ലിക് രജിസ്റ്റർ ചെയ്തത് പബ്ലിക് നോട്ടീസിലാക്കേണ്ട വസ്തുത തന്നെയായിരുന്നു. 1. 2, പക്ഷെ അതൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ ഒരു ആംഗിൾ കറക്റ്റ്. ചെറിയ അവിടെ ഒരു ചോദ്യം, അന്ന് വഖഫിന്റെ ചെയർമാനായിട്ട് ആരായിരുന്നു? ഈ പറഞ്ഞ ആളാണോ? നേരത്തെ ഷിയാബ് പറഞ്ഞ ആളാണോ? പ്രൊഫസർ കെ എ ജലീൽ വഖഫ് ബോർഡ് ചെയർമാൻ ആകുന്നത് 98-ലാണ്. അദ്ദേഹം 2003 വരെയാണ് വഖഫ് ബോർഡ് ചെയർമാൻ ആയിരിക്കും. അതിനു മുമ്പ് ഈ വഖഫ് ബോർഡ് രൂപീകരിക്കപ്പെടുന്നത് 1960-ലാണ്. ഒരു ഓർഡിനൻസ് മുഖേന ആദ്യം വഖഫ് ബോർഡ് സ്ഥാപിതമാവുകയും പിന്നീട് ആക്ട് പാസ്സാക്കിയിട്ട് കേരള നിയമസഭ ഈ പറഞ്ഞ സെക്ഷൻ 93 പ്രകാരം ഫോം ചെയ്യുകയുമാണ് ചെയ്തിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ ഉള്ള ആൾക്കാരുടെ ഭാഗത്ത് വലിയ തോതിലുള്ള വീഴ്ചയുണ്ട്. കാരണം വഖഫ് ആക്ട് 1954 തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, 1954 വഖഫ് ആക്ടിൽ തന്നെ കൃത്യമായിട്ട് വഖഫ് പ്രോപ്പർട്ടീസ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ള കാര്യം നിർബന്ധമായിട്ട് വഖഫ് ബോർഡ് പ്രധാനപ്പെട്ട ജോലികളിൽ ചുമതലകളിൽ പെട്ട ഒരു കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഹൈക്കോടതി ബോർഡ് കോടതി വിധി അറിഞ്ഞിട്ടില്ല എന്നുള്ളത് എടുക്കാനായിട്ട് പറ്റില്ല, മുഖവിലേക്ക് എടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അതായത് ഇത്രയും പൈസയും മുടക്കി ഈ സ്ഥാപനത്തിന് അവിടെ വെച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്, നാട്ടുകാരെ ബാക്കി മെനക്കെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാ. ഇതേപോലെയുള്ള വസ്തുക്കൾ രജിസ്റ്റർ ചെയ്ത് പബ്ലിക് നോട്ടീസ് കൊടുക്കണം. ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത്. ഭാവിയിൽ വസ്തു മേടിക്കാൻ വരുന്നവന് ഈ സാധനത്തിൽ ഈ ഡോക്യുമെന്റ്സ് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കൊടുക്കണം. ഇതാണ് ഇവരുടെ പ്രൈമറി ഡ്യൂട്ടി. 1970 ബഹുമാനപ്പെട്ട പറവൂർ സബ് കോടതിയുടെ വിധി വരുമ്പോൾ വഖഫ് ബോർഡ് എക്സിസ്റ്റ് ചെയ്തു. എന്തുകൊണ്ട് അത് രജിസ്റ്റർ ചെയ്തു? 98 വസ്തു വിൽപ്പന കരാർ നടക്കുന്ന സമയത്തോ വസ്തു വിൽക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്ന സമയത്തോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിയുണ്ട്, ഇത് വഖഫ് ഭൂമിയാണെന്നുള്ള ആ ഐഡന്റിഫിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോഴും വഖഫ് ബോർഡ് അനങ്ങിയിട്ടില്ല, രജിസ്റ്റർ ചെയ്തിട്ടില്ല. മോശം, തെറ്റായ നടപടിയായി. അവര് ചെയ്യാതിരുന്നത് കൃത്യവിലോപനം തന്നെയാണ്. ഇനി ഷിയാബ് ചോദിച്ച ചോദ്യത്തിന്റെ രണ്ടാമത്തെ ആംഗിൾ, എന്തുകൊണ്ട് മുനമ്പ നിവാസികൾക്ക് അവിടെ അവരെ കേൾക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കൊടുത്തില്ല? അതായത് ആ ലേറ്റസ്റ്റ് വഖഫ് ബോർഡ് ഓർഡർ ഒന്ന് റെഫറൻസ് ആയിട്ട് വെക്കണം. അതിനകത്ത് മുനമ്പ നിവാസികളെ പാർട്ടിയായിട്ട് വെച്ചിട്ടില്ല.
എഗ്രീഡ്, അത് കറക്റ്റ് അസസ്മെന്റ് ആണ്, അവരെയും കൂടെ കേൾക്കണമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് വഖഫ് ബോർഡ് അത് കക്ഷിയാക്കിയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലീഗൽ പാർലൻസ് ഓഫ് വ്യൂവിൽ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, അവരെ കക്ഷി ചേർത്തിട്ട് പ്രത്യേകിച്ച് യൂസേജ് ഇല്ല. കാരണം ഓൾറെഡി കോർട്ടിന്റെ ഡിഗ്രി സബ്സ്റ്റാൻഡിങ് ആണ്, വഖഫ് ഭൂമിയാണെന്നുള്ള ഡിക്ലറേഷൻ അവിടെ ഉണ്ട്. ഫൈൻഡിങ് ആഫ്റ്റർ എവിഡൻസ്, ആഫ്റ്റർ ടേക്കിംഗ് എവിഡൻസ്, ദർ എക്സിസ്റ്റ് കോർട്ട് ഡിഗ്രി. പിന്നെ അവരെ കക്ഷി ചേർക്കുക എന്നുള്ളത് ഇറലവന്റ് ആണ്. മാത്രമല്ല കക്ഷി ചേർക്കുകയാണെങ്കിൽ 2013 അമെന്റ്മെന്റ് ആക്ട് പ്രകാരം ഇവരെ എൻക്രോച്ചേഴ്സ് ആയിട്ട് വേണം കണക്കാക്കേണ്ടത് എന്നൊരു പ്രശ്നം കൂടെ വരുന്നില്ലേ? ഇവര് ഓൾറെഡി എൻക്രോച്ചേഴ്സ് ആയി. അതാ ഞാൻ പറഞ്ഞത് 2013 അമെന്റ്മെന്റ് നോക്കേണ്ട ആവശ്യമില്ല. അതില്ലെങ്കിൽ കൂടിയും ഇവർ ഓൾറെഡി എൻക്രോച്ചേഴ്സ് ആയി കഴിഞ്ഞു. കാരണം വസ്തു വിൽക്കാൻ പാടില്ല, വഖഫ് ഭൂമിയുടെ പോലെ കയ്യേറ്റം പാടില്ല, ഇതൊക്കെ പ്രിൻസിപ്പിൾസ് ഒക്കെ 1800-കളിൽ തന്നെ സെറ്റിൽഡ് ആണ്. ഇതിനകത്ത് വിഷയം അതാണ്. അത് മാത്രമല്ല, എനിക്ക് ഇതിനകത്ത് ഏറ്റവും പെയിൻഫുൾ ആയിട്ട് തോന്നിയ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഹാബ് ആദ്യം പറഞ്ഞ സാധനമാണ്, അതായത് വഖഫ് ഭൂമിയാണ് എന്നുള്ള കോർട്ട് ഡിഗ്രി ഫറൂഖ് കോളേജിന്റെ കയ്യിലിരിക്കെ ആ വസ്തു വിറ്റു. അത് ധാർമ്മികപരമായോ നിയമപരമായോ ശരിയായ ഒരു നടപടിയായിട്ട് എനിക്ക് ഒരിക്കലും കാണാം. ഭയങ്കര മോശം പരിപാടിയാണ് കാണിച്ചത്. പിന്നെ അത് മാത്രമല്ല, ഈ വഖഫ് ഭൂമിയാണ് എന്നുള്ള ഡിക്ലറേഷനുകളൊക്കെ കോടതിയിൽ നിന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വഖഫ് ബോർഡിന്റെ കയ്യിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ, അത് ഓട്ടോമാറ്റിക്കലി സബ് രജിസ്ട്രാർ ഓഫീസുകളിലേക്ക് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ചെയ്തിരിക്കണം, അതത് ജൂറിസ്ഡിക്ഷനിലുള്ള. അതൊക്കെ പബ്ലിക് നോട്ടീസ് കൊടുക്കേണ്ടതൊക്കെ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട സംഗതികളാണ്. അങ്ങനെ വേണം. കാരണം നാട്ടുകാരെ ദ്രോഹിക്കാനല്ലല്ലോ നിയമം ഉണ്ടാക്കുന്നത്, നാട്ടുകാർക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നിയമം ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ആരെയും ദ്രോഹിക്കുന്നത്, ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ഥലം മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ, ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം അത് വെച്ചിട്ട് വേണം ലോൺ എടുക്കാനും ബാക്കിയുള്ള ആവശ്യങ്ങൾ നടത്താനും. അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞ ദ്രോഹമാണ്. അതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. പക്ഷെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ മുനമ്പം വിഷയത്തില് മുനമ്പ നിവാസികൾക്ക് വഖഫ് ബോർഡ് എവിക്ഷൻ നോട്ടീസ് അല്ലെങ്കിൽ കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ഒരു കാര്യം കാണും. അതെ. അതേസമയം കേരളത്തില് ചില ദേവസ്വം ബോർഡുകൾ, ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് തുടങ്ങിയ ദേവസ്വം ബോർഡുകൾ പലർക്കും കുടിയൊഴിപ്പിക്കലുകൾ നോട്ടീസുകൾ കൊടുത്തിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നു. അതെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 95-ലെ വഖഫ് ആക്ട് പ്രകാരവും 54-ലെ വഖഫ് ആക്ട് പ്രകാരവും ഒക്കെ തന്നെയും ഈ കുടിയേറിയവർക്കോ അല്ലെങ്കിൽ കയ്യേറിയവർക്കോ എവിക്ഷൻ നോട്ടീസ് അല്ലെങ്കിൽ കുടി ഒഴിപ്പിക്കൽ നോട്ടീസ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം വഖഫ് ബോർഡിനുണ്ട്. അതെ. എന്തായാലും ഭാഗ്യവശാൽ ആശ്വാസകരം എന്ന് പറയട്ടെ, വഖഫ് ബോർഡ് ഇതുവരെയും കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് കൊടുത്തിട്ടില്ല. നമ്മളത് വീഴ്ചയായിട്ട് എടുക്കണ്ട, അത്രയും കാര്യം, അത്രയും ദ്രോഹമെങ്കിലും വഖഫ് ബോർഡ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. പക്ഷേ ഇതേ വിഷയം ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ അടുത്ത കാലത്ത് ഒരു കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് 13 കുടുംബങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു തേവർമട ക്ഷേത്രം, ആ ക്ഷേത്ര പരിസരത്ത് താമസിക്കുന്ന ഏതാണ്ട് 13 കുടുംബങ്ങൾക്ക് 10 ദിവസത്തിനകം ഇവിടെ ഒഴിഞ്ഞു പോകണം എന്ന മട്ടിൽ നോട്ടീസ് നൽകിയിട്ടുള്ളതായിട്ട് നമ്മൾ പത്രങ്ങളിൽ വാർത്തകളായിട്ട് കണ്ടു. മറ്റിപ്പോ നിരവധിയായിട്ടുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇതുപോലെ നിരവധി പേർക്ക് കുടിയൊഴിക്കൽ നോട്ടീസുകൾ കൊടുത്തിട്ടുണ്ട്. വീടുകൾ മാത്രമല്ല, കടയൊഴിപ്പിക്കൽ അടക്കമുള്ള പല പരിപാടികളും, ശബരിമല ഇപ്പൊ ക്ഷേത്രം അടക്കമുള്ള അവിടെ ഭൂമിയിൽ കച്ചവടം നടത്തി വരുന്ന ആൾക്കാരെ ഒഴിപ്പിക്കുന്ന, റെന്റിനും ലീസിനും കൊടുത്തിട്ടുള്ള ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കുന്ന നോട്ടീസുകൾ വരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും മുനമ്പം കേസിൽ ഇതുവരെയും കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷേ എങ്ങനെയാണ് ഈ ദേവസ്വം ബോർഡിന് ഈ വിഷയത്തിൽ ഇങ്ങനെ കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് കൊടുക്കാൻ പറ്റുക? പക്ഷെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളൊന്നും ഇതിന്റെ പേരിൽ ഉണ്ടായിട്ടില്ല. പ്രാദേശികമായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതല്ലാതെ കേരളത്തിലെ ജനശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ ഉള്ള ഒരു നീക്കമൊന്നും ഈ വിഷയത്തിൽ നടന്നിട്ടില്ല. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, പെരിന്തൽമണ്ണ പ്രദേശത്തുള്ള ദേവസ്വം വക ഭൂമി മനോരമയുടെ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബം ഏതാണ്ട് 200 ഏക്കറോളം കൈവശം വെച്ചിരുന്നത് ഒഴിപ്പിക്കാനായിട്ട് നടപടിയെടുക്കുകയും പിന്നീട് ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് അത് ഒഴിപ്പിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു കഥ നമുക്കറിയാം, ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെ എവിക്ഷൻ നോട്ടീസ് കൊടുക്കാനായിട്ട് ഈ വഖഫ് ബോർഡിന് മാത്രമല്ല അധികാരം, മറ്റ് ചില ബോർഡുകൾക്കും അധികാരം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതിന്റെ നിയമവ്യവസ്ഥ എങ്ങനെയാണ് സൂരജ് കാണുക? ആദ്യം തന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരു നിരീശ്വരവാദി എന്ന നിലയ്ക്ക് ഞാൻ പറയുവാണ്, മതം ഉപേക്ഷിക്കും മനുഷ്യനാവും. ഈ വക മത സ്ഥാപനങ്ങളും മത നിയമങ്ങളും എല്ലാം എടുത്തു കളയേണ്ടതാണ്. ഇതേപോലെ ദൈവങ്ങൾക്ക് വസ്തു ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് വസ്തു ഇതേപോലെ ആർക്കും ഉപയോഗിക്കാൻ പറ്റാതെ ഇങ്ങനെ പട്ടിക്ക് മുഴുവൻ കിട്ടിയിട്ട് പറഞ്ഞ പ്രയോഗം പോലെ ഇങ്ങനെ കിടക്കും. ഇതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഷേവക്ക്, അതായത് നമ്മളിവിടെ മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് ദേവസ്വം ആയിക്കോട്ടെ വഖഫ് ആയിക്കോട്ടെ, ഇതെല്ലാം
വസ്തുവിന്റെ ഉടമസ്ഥാവകാശം നമ്മൾ ദൈവത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ദൈവമാണ് ഉടമസ്ഥൻ. ദൈവം ഉടമസ്ഥനായ വസ്തുക്കളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെർപെച്വൽ മൈനർ ആയിട്ടാണ് കണക്കാക്കുന്നത്. എപ്പോ വേണമെങ്കിലും നമുക്ക് റിക്കവർ ചെയ്യാം. കുഞ്ഞാണ്. പിഞ്ച് പൈതലാണ്, കുഞ്ഞല്ല, പിഞ്ച് പൈതൽ. ഒരിക്കലും മേജർ ആവത്തില്ല. നമ്മള് അപ്പൊ ലോക്കൽ ഭാഷയിൽ പറഞ്ഞാല് മൊയന്താണെന്ന് പറയാം. അങ്ങനെ പറഞ്ഞൂടെ? അപ്പൊ ഇതിനകത്ത് തിരിച്ചറിവ് ഇല്ലാത്തൊരു കുട്ടി, അതായത് തിരിച്ചറിവില്ലാത്തൊരു കുട്ടി അങ്ങനെ എടുത്തപ്പോൾ. അതെ അതെ, സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തൊരു ഒരു എക്സ് എൻറ്റിറ്റി, അങ്ങനെയാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് വഖഫ് ബോർഡും ദേവസ്വം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സിമിലാരിറ്റീസ് കാണാം. അപ്പൊ ഈ ദേവസ്വം ഭൂമികളുടെ പുറത്തുള്ള അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഏത് ദേവസ്വം ആക്ട് എടുത്ത് വായിച്ചു നോക്കിയാലും ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കാർ എക്സിക്യൂട്ടീവ് സർക്കാരിന്റെ ഭാഗമാണ്. അപ്പൊ ദേവസ്വം വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് കൺസർവൻസി നിയമം അനുസരിച്ചിട്ട് ആണ് അതിന്റെ തിരിച്ചു പിടിക്കൽ നടപടിക്രമങ്ങൾ നടക്കുന്നത്. ഈ വഖഫ് വിഷയം മുൻപത്തെ സംഭവം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്ഥിരമായി ഇന്ററാക്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഈ ക്ലബ് ഹൗസ് എന്ന് പറയുന്നത്. ക്ലബ് ഹൗസിൽ സംഘപരിവാർ ആൾക്കാരും അതിന്റെ വാലറ്റത്ത് പിടിച്ചു നിൽക്കുന്ന ഒരുപാട് പേരും പറഞ്ഞിട്ടുള്ള സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവസ്വം സിവിൽ കോടതിയിൽ പോയിട്ടാണ് കേസ് നടത്തി വസ്തു മേടിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ടിട്ട് എന്റെ ചങ്ക് പൊളിഞ്ഞു പോയി. കാരണം ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരുത്തം വന്നിട്ട് പറഞ്ഞത് കേൾക്കുന്നത്. അതായത് സർക്കാർ കോടതിയിൽ പോയി സ്ഥാപിച്ചെടുത്തിട്ടാണ് വസ്തു ഒഴിപ്പിച്ചെടുക്കുന്നത് എന്നുള്ളത്, സർക്കാർ വസ്തു ഒഴിപ്പിച്ചെടുക്കുന്നത് എന്നുള്ളത്. ഞാനത് കേട്ടിട്ട് ആകെ സ്റ്റണ്ടായി പോയി. ഇതിന്റെ നിയമവശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് കൺസർവൻസി ആക്ട് അനുസരിച്ചിട്ട് ദേവസ്വം ഭൂമികൾ അഡ്മിനിസ്റ്റർ ചെയ്യാനും ദേവസ്വം ഭൂമികളിലെ തിരിച്ചുപിടിക്കൽ നടപടിക്രമങ്ങൾ നടത്താനും സർവേ നടത്താനും ദേവസ്വം കമ്മീഷണർ എന്നാണ് അതിന്റെ പോസ്റ്റിന്റെ ഓർമ്മ, എനിക്ക് കൃത്യമായിട്ട് ഉറപ്പില്ല, നോക്കണം. തഹസിൽദാർ പോസ്റ്റ് തത്തുല്യമായ പോസ്റ്റിലുള്ള കമ്മീഷണർമാരെ നിയോഗിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ ദേവസ്വം ഭൂമി ഉണ്ടോ ഈ ദേവസ്വം ഭൂമികളെല്ലാം ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായിട്ട് വസ്തുക്കളുടെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്ത് അതിനെക്കുറിച്ചുള്ള രേഖകൾ സമ്പാദിച്ച് ഏതൊരു പ്രൈവറ്റ് വ്യക്തിക്കും ഇവരുടെ മുമ്പിൽ കംപ്ലൈന്റ് ബോധിപ്പിച്ച് ഈ വസ്തുക്കൾ തിരിച്ചു പിടിക്കാനായിട്ടുള്ള എല്ലാവിധ നിയമപരമായിട്ടുള്ള അവകാശങ്ങളും ലാൻഡ് കൺസർവൻസി ആക്ട് അനുസരിച്ചിട്ടും അതത് ദേവസ്വങ്ങളുടെ നിയമസംഹിതകൾ അനുസരിച്ചിട്ടും ഉള്ളതാണ്. മനസ്സിലായോ? അപ്പം വഖഫിനാണോ ദേവസ്വത്തിനാണോ കൂടുതൽ അധികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും ദേവസ്വത്തിനാന്ന് പറയത്തുള്ളൂ. കാരണം ദേവസ്വം ഒരു സർക്കാർ സ്ഥാപനമാണ്, നേരിട്ട് എക്സിക്യൂട്ടീവ് മിനിസ്റ്ററിയുടെ ഭാഗമാണ്. വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ നിയമപരമായി സ്ഥാപിതമായ ഒരു എൻറ്റിറ്റി, സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. ഇത് എക്സിക്യൂട്ടീവ് മിനിസ്റ്ററിയുടെ ഭാഗമാണ്. രണ്ടാം സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വഖഫ് ആയിക്കോട്ടെ ദേവസ്വം ആയിക്കോട്ടെ അല്ലെങ്കിൽ റിലീജിയസ് ചാരിറ്റബിൾ പർപ്പസിനായിക്കോട്ടെ ഡോക്യുമെന്ററി ഡെഡിക്കേഷൻ വേണം നിർബന്ധമില്ല. അത് ഓറലി, അതായത് വാക്കുകൊണ്ടോ കോണ്ടക്ട് കൊണ്ടോ ഡെഡിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് കൺസിഡർഡ് ആസ് ഡെഡിക്കേഷൻ ഫോർ ദാറ്റ് റിലീജിയസ് ചാരിറ്റബിൾ പയസ് പർപ്പസ്. ഇതിന് വേണ്ടിയിട്ട് ദേവസ്വത്തിനും അത് ആപ്ലിക്കബിൾ ആണ്. ഇതിനെ സംബന്ധിച്ച് 2 സുപ്രീം കോടതിയുടെ വിധികൾ 1967 ആ റെഫറൻസ് ലിങ്ക് ഒന്ന് സൗകര്യം പോലെ ഒന്ന് സൈഡിലോട്ട് ഒന്ന് കാണിച്ചിട്ട് അത് ആ കേസിന്റെ പേരും അതിന്റെ ഡീറ്റെയിൽസും അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് കാറ്റഗറിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈവൺ ഫ്രം കോണ്ടക്ട് ദാറ്റ് ക്യാൻ ബി ഇൻഫേർഡ്. മനസ്സിലായോ? ഇതാണ് ഈ റിലീജിയസ് ചാരിറ്റബിൾ എൻഡോമെന്റുകൾക്ക് വേണ്ടിയിട്ട് വസ്തു ഡെഡിക്കേറ്റ് ചെയ്യുന്ന സംഗതികളുടെ മെയിൻ പ്രശ്നം. സാധാരണ കൺവെൻഷണൽ നിയമങ്ങൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിനനുസരിച്ചിട്ടുള്ളതോ ഇല്ലാന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ചിട്ടുള്ളതുള്ള കൺവെൻഷണൽ നിയമങ്ങൾ ഈ വക സംഗതികൾക്ക് ആപ്ലിക്കബിൾ അല്ല. ഈ മത നിയമങ്ങൾക്ക് എപ്പോഴും ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് ഇന്ത്യൻ നിയമ സാഹചര്യത്തിൽ ഉണ്ടാവും. അതൊരു വിഷയമാണ് എന്റെ അഭിപ്രായത്തിൽ. അപ്പോ നമ്മള് അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത് വഖഫ് ബോർഡ് മാത്രമല്ല ഇതുപോലെ ഭൂമി കൈവശം വെക്കുകയോ അല്ലെങ്കിൽ ഭൂമിയുടെ മേൽ അവകാശം ഉന്നയിക്കുകയോ. ഒരു മിനിറ്റ് ശരിയാവുക, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ കൂട്ടത്തിൽ തലയും കൊണ്ടിട്ട് രക്ഷപ്പെടുന്ന ഒരു ടീമുണ്ട്, ഇവരെ ഞാൻ പറയാൻ വിട്ടുപോയി. ഈ വക സാധനങ്ങൾ, അതായത് ഒരു ഓവർസൈറ്റോ ഒരു സർക്കാർ സ്ഥാപനമോ സർക്കാർ ബോഡിയോ ഒരു നിയമമോ ഇല്ലാതെ വസ്തു കൈവശം വെച്ച് കൈകാര്യം ചെയ്ത് സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ടീമുകളുണ്ട്. അതാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ. ഇവര് ക്രിസ്ത്യൻ സഭകള് അല്ല, അവർക്ക് ഈ സഭകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്, സഭയുടെ പ്രോപ്പർട്ടീസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് കമ്പനീസ് ആക്ട് പ്രകാരമാണല്ലോ. അപ്പൊ അതിന്റെ കമ്പനികള് എന്താ പറയാ, വസ്തുക്കൾ വാങ്ങും, വിൽക്കും, ലാഭം ഉണ്ടാക്കും, തിരിച്ചു കൊടുക്കും, മറിച്ച് വിൽക്കും. ഇങ്ങനെ ചെയ്യുന്നത് പോലെ ചർച്ച എന്ന് പറയുന്ന കമ്പനിക്ക് കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ പറയുന്ന വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫോ വൺസ് എ ദേവസ്വം ഓൾവേസ് എ ദേവസ്വം പോലെയുള്ള ഈ നൂലാമാലകളൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ ചില ആലഞ്ചേരിമാർക്കൊക്കെ കച്ചവടം ചെയ്യാൻ പറ്റിയ തരത്തിൽ കാര്യങ്ങൾ നീക്കാമല്ലേ പറഞ്ഞതേ. അവിടെ കുറച്ചുകൂടെ ഒരു ഓണസ്റ്റ് ആണ്. മതം ബിസിനസ് ആണെന്ന് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതാണ് കമ്പനി ആക്ട് പ്രകാരം. ബാക്കിയുള്ളവർ അത് പറയുന്നില്ല എന്നുള്ളൂ. അല്ല ഇതിനകത്ത് വേറെ വ്യത്യാസം ഉണ്ട്. ഇത് കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ടാണോ ചെയ്തിരിക്കുന്നത് അതോ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ അനുസരിച്ചിട്ടാണോ ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ പെന്തക്കോസ്റ്റ് സഭകളൊക്കെ സൊസൈറ്റി അനുസരിച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KCBCയുടെ അവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല. പലപ്പോഴും വസ്തുവിന്റെ ആധാരത്തിൽ ഡെഡിക്കേഷൻ നടത്തുന്നത് ബിഷപ്പിന്റെ പേരില്ല.
എക്സ് ഒഫീഷ്യോ, ആരാണോ ആ ഓഫീസിലിരിക്കുന്ന പുള്ളിയാണ് അതിന്റെ കസ്റ്റോഡിയൻ. പക്ഷെ രസം എന്താണെന്നറിയാമോ, കേരളത്തിലെ ചർച്ചുകളുടെ ഭൂമികള്, ചർച്ചുകൾ അതായത് സഭകൾ ഹോൾഡ് ചെയ്യുന്ന ലാൻഡ് എത്രത്തോളം ഉണ്ടെന്നുള്ളതിന് വഖഫ് ബോർഡിന്റെ രജിസ്ട്രേഷനോ ദേവസ്വം ബോർഡിന്റെ രജിസ്ട്രേഷനോ പോലെ ഒരു കോമൺ രജിസ്റ്റർ ഇല്ല. ഒരു സർക്കാർ ഓവർസൈറ്റും ഇല്ല. മനസ്സിലാക്കണം കേട്ടാ. ഇവിടെ വഖഫ് ബോർഡ് എന്തെങ്കിലും വസ്തു ഇതേപോലെ കാണിച്ച് അന്യാധീനപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റേ ആ റിട്ട് പെറ്റീഷൻ കൊടുത്ത അദ്ദേഹം നിസാർ മനയിലിനെ പോലെ ഉള്ളവർക്ക് പോയി റിട്ട് പെറ്റീഷൻ കൊടുത്ത് ചോദിക്കാം. ഏതൊരു വ്യക്തിക്കും ചോദിക്കാം. മനസ്സിലായോ? ദേവസ്വം ബോർഡിനെ കുറിച്ചും ഏതൊരു വ്യക്തിക്കും ചോദിക്കാം, നിങ്ങൾ എന്തേ കാണിക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ളത്. സഭയുടെ വസ്തുക്കളുടെ ഡിസ്പോസൽ വരുമ്പോ ആ ഇടവകയിലെ കുഞ്ഞാട്ടിന് മാത്രമേ ചോദിക്കാൻ അവകാശമുള്ളൂ. ആലഞ്ചേരി മാറാലഞ്ചേരി ഇതേപോലെ വസ്തു വിറ്റ് കേസായി കഴിഞ്ഞപ്പോ അങ്ങേര് കേരള ഹൈക്കോടതി പോയി പറഞ്ഞത് ഞങ്ങൾക്ക് ഇന്ത്യൻ നിയമം ബാധകമല്ല, ഞങ്ങൾക്ക് കാനോൺ നിയമമാണ് ബാധകം എന്നാ പറഞ്ഞത്. മറക്കരുതട്ടാ, ഇതൊക്കെ ഇന്ത്യയിൽ നടന്ന സംഗതികളാണ്. അപ്പൊ ഇങ്ങനെ ഒരു വിഭാഗം കൂടി ഇതിന്റെ സൈഡിലുണ്ട്. അതായത് ഈ വിഷയങ്ങളുടെ ഇടയിൽ കൂടെ നൈസായിട്ട് എസ്കേപ്പ് അടിക്കുന്ന ഒരു ടീം കൂടി ഉണ്ട്. ഇതിനകത്ത് ഒരു ചരിത്രപരമായ വസ്തു കൂടെ പറഞ്ഞോട്ടെ. ജസ്റ്റിസ് കെ ടി തോമസ് കമ്മീഷന്റെ റെക്കമെൻഡേഷനിൽ സഭകളുടെ വസ്തുക്കളുടെ ക്രോഡീകരണത്തിനെ സംബന്ധിക്കുന്ന സർക്കാർ ഏജൻസി ഉണ്ടാക്കണം എന്നുള്ള തരത്തിലുള്ളൊരു ബില്ല്, ഡ്രാഫ്റ്റ് ബില്ലും റെക്കമെൻഡേഷനും ബഹുമാനപ്പെട്ട കേരള സർക്കാരിലേക്ക് പോയിട്ടുള്ളത്. അതിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് അങ്ങനെ ഒരു സംഗതി ഇവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോ ഉള്ള ഗുലുമാലുകൾ, ദേവസ്വം ബോർഡ് പോലെ വഖഫ് ബോർഡ് പോലെയുള്ള ഗുലുമാലുകൾ കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് ഇരിക്കപ്പുറത്ത് ഇല്ലാത്തൊരവസരത്തിൽ ഇനി പുതിയ ചർച്ച് ബോർഡും കൂടെ നിലവിൽ വന്നാൽ ഉണ്ടാകാവുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നത്. വഖഫ് ബോർഡ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കാൻ, ഇത് വഖഫ് പ്രോപ്പർട്ടി നിലപാടെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ തീരദേശ ഹൈവേ വരുന്നുണ്ട്. മുനമ്പം തീരപ്രദേശത്ത് കൂടി ഒരു ഹൈവേ വരുന്നുണ്ട്. അതിന് ആവശ്യമായുള്ള നടപടികൾ ഈ പറഞ്ഞ ഹൈവേ വികസന അതോറിറ്റി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ കല്ലിട്ട് പോയിട്ടുണ്ട്. പല കല്ലുകൾ ഇട്ട് പോയിട്ടുള്ളത് സ്വകാര്യ ഭൂമിയിൽ കൂടിയാണ്. അതായത് മുനമ്പം പ്രദേശത്തെ നാട്ടുകാരുടെ ഭൂമിയിൽ കൂടി കല്ലിട്ട് പോയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാം, നല്ല വില കിട്ടും. പഴയ പോലെയല്ല. സർക്കാർ ഈ ഭൂമി റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നടപ്പ് വിലയേക്കാൾ, നാട്ടിലുള്ള വിലയേക്കാൾ കൂടുതൽ വില കിട്ടുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഭൂമി ഏറ്റെടുക്കപ്പെടും എന്നുള്ളത് അവിടുത്തെ പല ആൾക്കാർക്ക് ഒരു ആശ്വാസമായിരുന്നു. കാരണം വീണു പോകാറായിട്ടുള്ള വീടുകൾ പുതുക്കി പണിയാൻ കാശില്ലാത്ത അവസ്ഥ. അപ്പോൾ സർക്കാർ ഇത് ഏറ്റെടുക്കുകയും അല്ലെങ്കിൽ റോഡ് വികസന അതോറിറ്റി ഇത് ഏറ്റെടുക്കുകയും ആ പണം കിട്ടുകയും ചെയ്താൽ ഒരു 5-10 സെന്റ് മറ്റടുത്ത് വാങ്ങി അവിടെ ഒരു വീട് വെക്കാനായിട്ടുള്ള ഒരു സാഹചര്യം മുന്നിലുണ്ടായിരുന്ന ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ അവിടെയുണ്ട്. അവർക്കൊരു ആശ്വാസമായിരുന്നു. പക്ഷേ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ പണം നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് അതോറിറ്റി കൈമാറ്റം ചെയ്യുന്ന പണം സ്വന്തമാക്കാനായിട്ട് ഈ ഭൂമിയുടെ മേൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആരോപണമാണ്. ഇവിടെ ശ്രദ്ധേയമായിട്ട് രണ്ട് കാര്യങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞ വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എന്ന നിയമത്തിൽ ചില എക്സെപ്ഷൻസ് വരുന്ന ഒരു ഘട്ടമാണ് ഈ ദേശീയപാത വികസനത്തിന് വേണ്ടിയിട്ട് റോഡ് ഏറ്റെടുക്കുക എന്ന് പറയുന്നത്. അവിടെ റോഡ് ഏറ്റെടുക്കാനായിട്ട് സർക്കാരിന് കഴിയും. അത്തരം പബ്ലിക് ഇൻട്രസ്റ്റിലുള്ള, പൊതു താല്പര്യത്തിലുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും എന്ന് നേരത്തെ സൂചിച്ച് പറഞ്ഞു. അതിന് ഉദാഹരണമാണ് ഈ മുനമ്പം പ്രദേശത്തെ തീരദേശ ഹൈവേ എന്ന് പറയുന്നത്. അപ്പൊ തീരദേശ ഹൈവേയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാർച്ച് മാസത്തിനുള്ളിലായിട്ട് വടക്കൻ കേരളത്തിലെ വർക്കുകൾ കഴിയും. എന്നാൽ തെക്കൻ കേരളത്തിലെ പല മേഖലയിലും ആ വർക്കുകൾ തുടങ്ങി വെച്ചിട്ട് പോലുമില്ല എന്ന് നമുക്കറിയാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് 2026 തീരദേശ ഹൈവേയുടെ പണി പൂർത്തിയാക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവിടെ ഏറ്റെടുക്കപ്പെടുമായിരുന്ന ഭൂമി ഒരു പ്രശ്നം വരും. ഇപ്പോ നിലവിൽ നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് ഈ ഭൂമി ഏറ്റെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഇതിന്റെ കോമ്പൻസേഷൻ ആർക്ക് കൊടുക്കണം? ഈ പ്രോപ്പർട്ടി ഓണർക്കാണ് കൊടുക്കേണ്ടത്. അത് മുനമ്പം നിവാസികളാണോ അതല്ല ഫാറൂഖ് കോളേജ് ആണോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമായിട്ട് വരും. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റാതെ വരും. അതൊരു പ്രധാനപ്പെട്ട ഒരു നിയമ പ്രശ്നമായിട്ട് പിന്നീട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് സംബന്ധമായിട്ട് ഒരു റോഡ് വികസനം എന്ന് പറയുന്നത് സർക്കാരിന്റെയും കൂടെ ആവശ്യമാണ്, ജനങ്ങളുടെയും കൂടി ആവശ്യമാണ്. അപ്പൊ ആ തരത്തിലും ഒരു വികസന സാധ്യത കൂടി അട്ടിമറിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഈ മുനമ്പം വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൂടി പൊതുശ്രദ്ധയിൽ വരേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഇവിടെ നമ്മൾക്ക് പ്രധാനമായിട്ടും പറഞ്ഞു വെക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട്. എന്താണ് മുനമ്പം വിഷയം എന്നുള്ളത് സവിസ്തരം ഇവിടെ പ്രതിപാദിച്ചു. മുനമ്പം നിവാസികളോടൊപ്പം അവരെ കയ്യേറ്റക്കാരായിക്കോട്ടെ കുടിയേറ്റക്കാരായിക്കോട്ടെ അവിടെ വസിക്കുന്ന ആൾക്കാർ, അവിടെ അവർക്ക് റേഷൻ കാർഡ് ഉണ്ട്, അവിടുത്തെ സ്കൂളിൽ അഡ്മിഷൻ ഉണ്ട്, അവിടുത്തെ അമ്പലത്തിലോ പള്ളിയിലോ അവർക്ക് ചെന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങളുണ്ട്. പതിറ്റാണ്ടുകളായിട്ട് അവിടെ ജീവിച്ചു പോരുന്ന മനുഷ്യരാണ്. ഏത് നിയമത്തിന്റെ പേരിലാണെങ്കിലും അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നത് ശരിയല്ല എന്ന നിലപാടിലേക്ക് മനുഷ്യസ്നേഹികൾക്ക് എത്താൻ പറ്റും. കേരളത്തിലെ ഭരണപക്ഷമാവട്ടെ പ്രതിപക്ഷമാവട്ടെ, ഇത് രണ്ടും അല്ലാത്ത സംഘപരിവാര രാഷ്ട്രീയക്കാരാവട്ടെ, ഇവരൊക്കെ തന്നെയും ഈ വിഷയത്തിൽ മുനമ്പം നിവാസികൾക്കൊപ്പമാണ്. തീർച്ചയായിട്ടും സ്വതന്ത്രേന്ത്യരായ ഞങ്ങളും മനുഷ്യസ്നേഹത്തിന്റെ പേരിൽ അവരോടൊപ്പമാണ്.
പക്ഷെ നിയമത്തിന്റെ ചില നൂലാമാലകളുണ്ട്. ആ നൂലാമാലകൾ പൊട്ടിച്ചെറിയാനായിട്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിന് നമുക്ക് കണ്ടെത്തി ചേരാവുന്ന എന്തെങ്കിലും പരിഹാര മാർഗങ്ങൾ കൂടി നിർദ്ദേശിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എന്തൊക്കെ പരിഹാര സാധ്യതകളാണ് എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. യു ബി നവാസിന്റെ അഭിപ്രായത്തിൽ എന്തൊക്കെയാണ് ഇതിന്റെ പരിഹാര മാർഗങ്ങളായിട്ട് കാണുന്നത്? അതിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഒന്ന്, ഇതിന്റെ ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചത് വിൽക്കാൻ പാടില്ലാത്ത സ്ഥലം ഈ പറഞ്ഞ ഫാറൂഖ് കോളേജ് വിറ്റു. അത് വാങ്ങിച്ച ആളുകൾ കാശ് കൊടുത്ത വാങ്ങിച്ചത്. ചിലപ്പോൾ അയാളുടെ ജീവിതത്തിൽ അധ്വാനം, നേരത്തെ സൂരജ് ഇത് പറഞ്ഞു, അതായത് ഇത്രയും അധ്വാനത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൈസ കൊടുത്തിട്ട് ഒരു സ്വത്ത് മേടിക്കുകയാണ്. അത് അയാൾ വിൽക്കാൻ തയ്യാറാവുന്നവരാണ് അയാൾ മേടിക്കുന്നത്. അതായത് വിൽപ്പനക്ക് അവകാശം ഇല്ലാത്ത ആളുകൾ ഒരു സാധനം വിൽക്കുന്നു, ഇവിടെ കുറച്ച് ആളുകൾ സ്ഥലം മേടിക്കുന്നു. ആ പറഞ്ഞ ആളുകൾ അത് വേറെ ആളുകൾക്ക് വിൽക്കുന്നു. പിന്നീട് ചിലപ്പം വീട് സ്ഥലം മാറിപ്പോവുകയൊക്കെ ചെയ്യുന്നു. അത് വാങ്ങിയ ആളുകളും ഉണ്ടാവാം. അപ്പൊ ഇങ്ങനെ കുറെ ആളുകളെ പ്രതിസന്ധിയിലാക്കുന്ന ഇതുപോലുള്ളൊരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു ഡീല് നടത്തിയ ഫാറൂഖ് കോളേജ് ഇതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ പറഞ്ഞ ആളുകൾക്ക് ഇനി അവിടുന്ന് എന്തൊക്കെ സംഭവിക്കുകയാണെങ്കിലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ പറഞ്ഞ വൃത്തികേട് ചെയ്ത ഫാറൂഖ് കോളേജ് ആ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വേറെ ഓപ്ഷൻ ഇല്ല ഇതില്. കാരണം മറ്റുള്ളതൊക്കെ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു പ്രസിഡന്റ് ആയിട്ട് മാറും. കാരണം ഇതുപോലെ ചിലപ്പം അവിടുന്ന് ഇവിടുന്ന് ഒഴിപ്പിച്ച ആളുകൾക്കൊക്കെ ഇതേപോലെ സ്ഥലം തിരിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷെ ഇവിടെ നമ്മളൊരു നിയമം സെറ്റ് ചെയ്തതാണ്. ആ നിയമം കുറച്ച് ആളുകൾക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് മാറ്റി വെക്കാം. പക്ഷെ അതെന്താ പ്രശ്നം? അതൊരു ചെയിൻ റിയാക്ഷൻ പോലെ ചിലപ്പോൾ പിന്നീട് എന്ത് ചെയ്യും, അടുത്ത ഇതേപോലുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഇതേപോലെ കൊടുക്കേണ്ടി വരും. അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ കുറ്റവാളികൾ ഈ പറഞ്ഞ പ്രശ്നത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് അതിനൊരു പരിഹാരം കാണണം എന്നാണ് എനിക്കതല്ലാണ്ട് വേറൊരു ഐഡിയ കിട്ടുന്നില്ല ഇത് കേട്ടിട്ട്. ഓക്കെ, ഇവിടെ ഒന്ന്, ഈ മുനമ്പത്തെ ഭൂമി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സിദ്ദീഖ് സേട്ട് വഖഫ് ചെയ്തിരുന്നതെങ്കിൽ ജീവകാരുണ്യത്തിന്റെ പേരിൽ മുനമ്പ നിവാസികൾക്ക് പൂർണ്ണമായിട്ടും ഈ സ്വത്ത് എഴുതി കൊടുത്തതായിട്ട് ഫാറൂഖ് കോളേജിൽ പ്രഖ്യാപിച്ച് വഖഫ് നടപടി ശരിയാക്കാൻ പറ്റുമായിരുന്നു എന്ന് പറയുന്ന സൊല്യൂഷൻ ഉണ്ട്. പക്ഷെ അങ്ങനെ ഇല്ല. കാരണം ഇത് വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് കൃത്യമായിട്ട് വഖഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ സൊല്യൂഷൻ സാധിക്കും. രണ്ടാമത്തേത് നിയമപരമായിട്ടുള്ള പരിഹാര സാധ്യതകളാണ്. ഇവിടെ ഒന്ന്, മുനമ്പ നിവാസികൾ ഈ കുടികിടപ്പ അവകാശത്തിന്റെ പരിധിയിൽ വരുമോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. 967 മുനമ്പം വിഷയം ആദ്യമായിട്ട് കോടതിയിൽ എത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ ഭൂപരിഷ്കരണ നടപടികൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. 1961 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഭൂപരിഷ്കരണ നടപടി 1969 പൂർണ്ണമാകുന്നത്. ഇതിനിടയ്ക്കാണ് മുനമ്പം കേസ് വരുന്നത്. ആ വിഷയത്തിൽ ഈ പറഞ്ഞ അന്ന് ഫാറൂഖ് കോളേജ് ആർക്കെതിരെയാണോ കുടിയൊഴിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്, അവർ കുടികിടപ്പുകാരായി സമീപിക്കപ്പെടേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്തായാലും ആ കൈവശക്കാര് അല്ലെങ്കിൽ അന്നത്തെ താമസക്കാർ, മുനമ്പം നിവാസികൾ ആ രീതിയിലൊരു നീക്കം നടത്തിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് കുടികിടപ്പിന്റെ ആ ആനുകൂല്യത്തിന്റെ പരിധിയിൽ മുനമ്പ നിവാസികൾ വരുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഒന്ന്, 10 സെന്റ് എന്ന് പറയുന്ന ഒരു പരിധി പ്രശ്നം അവിടെ കിടപ്പുണ്ട്. രണ്ടാമതായിട്ട് ഇത്ര വർഷമായി ഇവർ കുടികിടപ്പുകാരാണ് എന്ന് സ്ഥാപിക്കേണ്ട കാലഘട്ടം കടന്നുപോയിട്ടുണ്ടോ എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. മൂന്നാമത്തെ വിഷയം, വഖഫ് ഭൂമിയിൽ കുടികിടപ്പ് അവകാശമുണ്ടോ എന്ന് പറയുന്ന നിയമപരമായിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോ കേരളത്തിലെ വഖഫ് റൂൾസ് 1996 വഖഫ് റൂൾസ് പരിശോധിച്ചാലും നമുക്ക് അതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള വഖഫ് ആക്ട്, 1954 വഖഫ് ആക്ട് ആയിക്കോട്ടെ, 95 വഖഫ് ആക്ട് ആയിക്കോട്ടെ, ഇവയൊക്കെ തന്നെയും ഈ ഭൂപരിധി നിയമത്തിന്റെ കീഴിലോ അല്ലെങ്കിൽ ഈ ഭൂപരിഷ്കരണ നിയമത്തിന്റെ കീഴിലോ വഖഫ് പ്രോപ്പർട്ടി കൊണ്ടുവരുന്നില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ഭൂപരിഷ്കരണ നിയമത്തിന്റെ ആനുകൂല്യം ഈ മുനമ്പ നിവാസികൾക്ക് കിട്ടുമോ എന്നുള്ള ഒരു സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് 1971 2024 ആ വിഷയം നിലനിൽക്കുന്നുണ്ട്. അടുത്ത ഒരു പരിഹാരം എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പരിഹാരമാണ്. എല്ലാവരും പറയുന്നത് പോലെ ഈ ഫാറൂഖ് കോളേജ് കൈകാര്യം ചെയ്തിട്ടുള്ള മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി, അതിന്റെ നേതാക്കന്മാരും ഇനി മുനമ്പം നിവാസികളെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്ന കാത്തലിക് ബിഷപ്പ് കൗൺസിൽ പോലെയുള്ള ചില അച്ഛന്മാരുടെ സംഘടനകളും ഒരുമിച്ചിരുന്ന്
ഒരു മേശയ്ക്ക് അപ്പുറം ഇപ്പുറം ഇത് ചർച്ച ചെയ്താൽ തീർക്കാൻ പറ്റും. അതിന് മധ്യസ്ഥത വഹിക്കാനായിട്ട് സർക്കാർ ഇടപെട്ടുകൊണ്ട് ഈ വിഷയം പരിഹരിക്കാം, അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങി എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം രാഷ്ട്രീയ സാധ്യതകളെ, പരിഹാര സാധ്യതകളെ ഒരു നിയമ നടപടിയിലൂടെ അട്ടിമറിക്കാനായിട്ട് ഏതൊരു വ്യക്തിക്കും ഇത് വഖഫ് പ്രോപ്പർട്ടി ആയിരുന്നു, വേണ്ടാത്ത നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന മട്ടിൽ അത്തരം നടപടികളെയോ അത്തരം തീരുമാനങ്ങളെയോ അട്ടിമറിക്കാനായിട്ടും ഇല്ലാതെയാക്കാനും സാധിക്കും എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടി ഇതിന്റെ മുമ്പിലുണ്ട്. അപ്പോൾ വളരെ കോംപ്ലിക്കേറ്റ്, സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ് മുനമ്പ വിഷയം. നിയമപരമായിട്ടോ രാഷ്ട്രീയമായിട്ടോ പരിഹരിക്കാൻ ഏറ്റവും പ്രയാസമുള്ള, എന്നാൽ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും അവരുടെ ജീവിത സ്പർശിയായിട്ടുള്ള ഒരു സീരിയസ് ഇഷ്യൂ തന്നെയാണ് മുനമ്പ വിഷയം. അവിടെ നമ്മൾക്ക് സ്വതന്ത്ര ചിന്തകൻ എന്ന രീതിയിൽ മുനമ്പ നിവാസികളുടെ ഒപ്പം നിൽക്കുമ്പോൾ തന്നെ ഇതിന്റെ നിയമവശങ്ങളെ കുറിച്ച് പറയണം. വഖഫ് ബോർഡ് പോലെ, ദേവസ്വം ബോർഡ് പോലെയുള്ള അനാവശ്യ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് ആവശ്യമുണ്ടോ? ഓരോ പള്ളിയും അവർക്ക് വഖഫ് ചെയ്യപ്പെട്ട, ഓരോ മതസ്ഥാപനവും അവർക്ക് പേരിൽ വഖഫ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ദൈവത്തിന് ദാനം കൊടുത്ത ഭൂമി അവരവർ തന്നെ നോക്കി നടത്തിക്കോട്ടെ. അതിൽ സർക്കാരിന്റെ മേൽനോട്ടമോ ഇടപെടലോ എന്തിനാണ് ഇനിയുള്ള കാലത്ത് എന്ന് പറയുന്ന ചോദ്യം നമ്മൾ പൊതുസമൂഹത്തിന്റെ മുമ്പിലും കേരള രാഷ്ട്രീയത്തിന്റെ മുമ്പിലും അതുപോലെ തന്നെ യൂണിയൻ ഗവൺമെന്റിന്റെ മുമ്പിലും വെക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം പരിഹാര സാധ്യതകൾ ഇനിയും ഉണ്ടാകാതെ കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഏതെങ്കിലും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഭരണകക്ഷിക്കാരോ പ്രതിപക്ഷമോ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് അവരോടൊപ്പം നിൽക്കാനായിട്ട് സ്വതന്ത്ര എന്ന രീതിയിൽ, മനുഷ്യസ്നേഹികൾ എന്ന രീതിയിൽ ഞങ്ങൾക്ക് സാധ്യമല്ല. എന്നാൽ ഈ വിഷയത്തിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ പരിഹാരം സാധ്യമാകാവുന്ന എല്ലാത്തരം രീതികളെയും സർക്കാർ സമീപിക്കുകയും മുൻപത്തുള്ള മനുഷ്യരോട് ഈ പറയുന്ന എല്ലാത്തരം അനുതാപപൂർവമായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയും നമ്മുടെ കോടതികൾ പലപ്പോഴും മനുഷ്യത്വപരമായിട്ടുള്ള നിലപാടുകളിലേക്ക് പലപ്പോഴും എത്തിയിട്ടുണ്ട്. അത്തരം നിലപാടുകൾ നിയമ സംവിധാനം കൂടി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു അവസരത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മുൻപ് വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകാനുള്ള നേരിയ സാധ്യത കാണുന്നുണ്ട്. പക്ഷേ 2024 ഭരണഘടനാ ഭേദഗതി കൊണ്ട് മുൻപ് വിഷയം പരിഹരിച്ച് കളയാം എന്നുള്ള അത്തരം വീൺവാക്കുകൾ കൊണ്ട് മുൻപത്തെ മനുഷ്യരെ, കേരളത്തിലെ പ്രബുദ്ധ മലയാളികളെ ചതിക്കാനായിട്ട് ഇനിയുള്ള കാലത്ത് ആരും തയ്യാറാകരുത് എന്നൊരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെക്കുകയാണ്. ഇതിനകത്ത് ഇപ്പം പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അതൊരു ഭയങ്കര കോംപ്ലക്സ് സാധനമാണ്. ടു ബി ഫ്രാങ്ക്, ഇതിനകത്ത് നിയമം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് നിയമം നോക്കാൻ ഇതിനകത്ത് പറ്റുള്ളൂ. നിയമത്തിന്റെ മുന്നിൽ കൂടെ പോകാനുള്ള ഓപ്ഷൻ മാത്രമേ ഇതിനകത്തുള്ളൂ. ഇവ നേരത്തെ പറഞ്ഞ കണക്ക് വിൽപ്പന നടത്തിയ ആധാരം ആരൊക്കെ തമ്മിലാണോ വിൽപ്പനകൾ നടന്നിട്ടുള്ളത്, ഇപ്പൊ ഇരിക്കുന്ന ആൾക്കാരുടെ മുന്നുടമകൾ അടക്കം ഇതിനകത്ത് ബാധ്യതയുള്ളവരാണ്. മനസ്സിലായോ? ഇപ്പൊ ഉള്ളവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് മുന്നുടമകൾ അടക്കം എല്ലാവരും ബാധ്യതയുള്ളവരാണ്. യാതൊരു കാരണവശാലും വിൽക്കാൻ പാടില്ലാത്ത ഭൂമി വിറ്റ ഫറൂഖ് കോളേജ് ആയിക്കോട്ടെ, അതിനുശേഷം നടന്നിരിക്കുന്ന, അതായത് വഞ്ചന കേസിൽ പ്രതി ചേർക്കപ്പെടാൻ എല്ലാത്തരം ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ്, ചുമതലപ്പെട്ടവരാണ്. ക്രിമിനൽ കേസ് വേണമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് വഞ്ചന കേസ് എന്ന് പറയുന്ന കാര്യമുണ്ട്. മുൻപത്തെ ഇത്രയും മനുഷ്യരെ ഒരു തെറ്റായ ആധാരം വഴി വഞ്ചിക്കുകയും അതിന്റെ പേരിൽ പണം ഈടാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വഞ്ചന കുറ്റത്തിന് കേസെടുക്കേണ്ടതല്ലേ? സർക്കാർ കേസെടുക്കാം, മുനമ്പ നിവാസികൾക്ക് പോലീസ് സ്റ്റേഷനിൽ കോടതിയെ സമീപിക്കാവുന്നതല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം പൈസയാണ് മെയിൻ ഇമ്പോർട്ടൻസ് സാധനം. ഇതിനെ സംബന്ധിച്ചിടത്തോളം കോമ്പൻസേഷൻ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം ഇനിയിപ്പോൾ അയാളെ ആരെങ്കിലും പിടിച്ച് ജയിലിലിട്ടിട്ട് പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു റിസൾട്ട് ഉണ്ടാവില്ല. എത്രയും വേഗം മോണിറ്ററി കോമ്പൻസേഷൻ ഈടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും കാതലായിട്ടുള്ള പരിഹാരം ഇതിനകത്തുള്ളൂ. കാരണം അവർക്ക് യാതൊരു കാരണവശാലും നിയമത്തിന്റെ ബെനിഫിറ്റ് ഉപയോഗിച്ച് ടൈറ്റിൽ കൺഫേം ചെയ്ത് കിട്ടില്ല. ആ വസ്തു വെച്ച് ലോൺ എടുക്കാൻ പറ്റില്ല, ആ വസ്തു പണയം വെക്കാൻ പറ്റില്ല, പ്രൈവറ്റ് ലെറ്റേഴ്സ് പോലും അത് ആക്സെപ്റ്റൻസില്ല. പക്ഷെ അവിടെ ഒരു ചെറിയ പ്രശ്നമില്ല. ഇപ്പോൾ നിലവില് ഈ വനമ്പത്തുള്ള നിവാസികളുടെ ഈ പറഞ്ഞ ഭൂരേഖകൾ, ആധാരം അടക്കമുള്ള രേഖകൾ കൈപ്പറ്റി നിരവധി ആൾക്കാർക്ക് ഈ പറയുന്ന വസ്തുവിന്റെ അടിസ്ഥാനത്തിലുള്ള ലോണുകൾ, വായ്പകൾ, ഭവന വായ്പകൾ, അല്ലെങ്കിൽ വാഹന വായ്പകൾ, വിദ്യാഭ്യാസ വായ്പകൾ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള വായ്പകളൊക്കെ അവിടുത്തെ ബാങ്കുകൾ, ഷെഡ്യൂൾഡും നോൺ ഷെഡ്യൂൾഡും ആയിട്ടുള്ള ബാങ്കുകളും സഹകരണ ബാങ്കുകളും ഒക്കെ തന്നെ ഇപ്പൊ നിലവിൽ കൊടുത്തിട്ടുണ്ട്. ഈ വിഷയം നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിന്റെ പേരിൽ പൈസ അടയ്ക്കാനായിട്ട്, അതായത് ലോൺ തിരിച്ചടയ്ക്കാനായിട്ട് മുൻപ് നിവാസികൾക്ക് കഴിയില്ല. ഒന്ന്, അവരടച്ചില്ലെങ്കിൽ തന്നെയും അവരുടെ പേരിൽ നടപടിയെടുക്കാൻ ബാങ്കുകൾക്കും കഴിയാത്തൊരവസ്ഥയുണ്ട്. ഈ അവസ്ഥയും പരിഹരിക്കപ്പെടേണ്ടതല്ലേ? ഞാനത്
ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംലി കോംപ്ലക്സ് ഒന്നാണ്. ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇതിൽ സൊല്യൂഷൻ ഉണ്ടാവില്ല. ഒരിക്കലും സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ്. ബട്ട് അൾട്ടിമേറ്റ്ലി അവിടെ നിന്ന് കുടിയിറക്കപ്പെടുക എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇത് എവിടെ കേസിന് പോയിട്ടും പ്രത്യേകിച്ച് ഒരു മെച്ചമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വഖഫ് ഭൂമിയാണെന്നുള്ള ഡിക്ലറേഷൻസ് ഓൾറെഡി വന്നു കഴിഞ്ഞു. അതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. അപ്പൊ അത് കണ്ടസ്റ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് മെച്ചമില്ല. ടു ബി ഫ്രാങ്ക്, ഇതൊരു എക്സ്ട്രീംലി എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യത്തിൽ പോലും സത്യം പറഞ്ഞ് എനിക്ക് ഉത്തരവില്ലാത്തൊരവസ്ഥയിലാണ്. ബട്ട് ബോട്ടം ഓഫ് മൈ ഹാർട്ട് വാട്ട് ഐ എം സെയിങ് ഈസ് വി ആർ വിത്ത് ദി പീപ്പിൾ ഫ്രം മുനമ്പം. കാരണം നമുക്ക് അങ്ങനെ ഇതിനകത്ത് നിലപാടെടുക്കാൻ പറ്റും, മനസ്സിലായി. എന്നാൽ അതേസമയം വഖഫ് ഭൂമി കയ്യേറിയ വിൽപ്പന നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു റെഗുലറൈസേഷൻ ചെയ്യാൻ പറ്റുന്നുള്ള പ്രീസിഡൻസ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ വഖഫ് ഭൂമി തന്നെ ഉണ്ടാവില്ല. അങ്ങനെയും ഒരു വിഷയം ഇതിനകത്തുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ പരിശോധിച്ച് എങ്ങനെ പ്രോപ്പർ ഒരു കോമ്പൻസേഷൻ ഒരു റെമഡിയിലേക്ക് എത്തുന്ന വെച്ച് കഴിഞ്ഞാൽ നിസാർ കമ്മിറ്റിനെ അപ്പോയിന്റ് ചെയ്ത പോലെ തന്നെ വേറൊരു കമ്മീഷൻ അപ്പോയിന്റ് ചെയ്ത് വരും. അത് ഐഡന്റിഫൈ ചെയ്ത് കോമ്പൻസേഷൻ സ്കീംസ് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നു ഫിഗർ ഔട്ട് ചെയ്യും. ഹൗ ഡു വി ഫൈൻഡ് ദ സൊല്യൂഷൻ ടു ദിസ് പ്രോബ്ലം എന്ന് എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ടു ബി ഫ്രാങ്ക് ഐ ഡോണ്ട്. ബട്ട് യു നീഡ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ. സർക്കാർ ഇതിനകത്ത് ശക്തമായിട്ട് ഇടപെടേണ്ടതാണ്. യാതൊരു കാരണവശാലും മാറി നിൽക്കാൻ പാടില്ല. ഗാലറിയിൽ ഇരുന്ന് കളി കാണേണ്ട വ്യക്തിയല്ല സർക്കാർ. കാരണം അതുപോലത്തെ കോംപ്ലിക്കേറ്റഡ് വിഷയം, മനസ്സിലായി. ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് സേ ഓൺ ദിസ്. താങ്ക് യു. ഓക്കെ, എനിക്ക് ഇതാണ് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയിട്ടാണോ, എന്തെങ്കിലും ഒരു ഗോത്രീയ ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ, ഇത് ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് വർഗീയ കാർഡുകൾ ഇറക്കി മനുഷ്യന്മാരെ തെറ്റിക്കുന്ന പരിപാടികൾ കുറേ ആളുകൾ ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ യുക്തിവാദികൾക്ക് ഇതിലെന്താ കാര്യം എന്ന് ചോദിക്കും ആളുകൾ, അല്ലേ? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അതാണ് ഇതിലെ മെയിൻ പ്രോബ്ലം. നമ്മൾ യുക്തിവാദികളാണെങ്കിലോ വിശ്വാസികളാണെങ്കിലോ നിങ്ങളൊരു പോയിന്റ് വെക്കുകയാണെങ്കിൽ, നിങ്ങൾ ആര് ഒരു സംഭവം ഇതുപോലുള്ള ഒരു ഇഷ്യൂവിൽ ഇടപെടുമ്പോഴും അതിൽ വസ്തുത മറച്ചു വെച്ചിട്ട് ഇതുപോലുള്ള വർഗീയ കാർഡുകൾ കളിക്കുമ്പോൾ നാളെ മറ്റന്നാളോ ഇതിന്റെ സത്യം പുറത്തു വരും. പുറത്തു വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? നിങ്ങളെ ക്രെഡിബിലിറ്റി ഇല്ലാണ്ടാവും. ആ ക്രെഡിബിലിറ്റി ഇല്ലാതാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരാതിരിക്കാൻ എന്ത് വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും അതിന് കൃത്യമായ വസ്തുത അന്വേഷിച്ച്, എടുപിടി എന്ന് പറഞ്ഞൊരു സാധനം പറയാതെ വസ്തുത അന്വേഷിച്ച് അതിന്റെ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കി അത് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. എല്ലാം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വേറെ ഉണ്ട് നമ്മളെ ആളുകളെ സംബന്ധിച്ചോളം ചർച്ച ചെയ്യാൻ. ഇതുപോലുള്ള വിഷയങ്ങൾ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നിടത്ത് പല ആളുകളും പരാജയപ്പെട്ടോ എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരുപാട് മിസ്ലീഡ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സുകൾ പല ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. യുക്തിവാദികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്, ഒരുപാടുണ്ട്. ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല. എനിക്ക് തോന്നിയിട്ടുള്ള സങ്കടം അതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. എനിക്കിതിനകത്ത് പറയാനുള്ളത്, ഇതൊരു ആയുധമായിട്ട് എടുത്തിട്ട് മുസ്ലിങ്ങൾ മുഴുവൻ വില്ലന്മാരാണെന്നുള്ളതും വഖഫ് ബോർഡ് ഉണ്ടാക്കിയത് ഇന്ത്യ മൊത്തം വഖഫ് ചെയ്യാനാണെന്നുള്ളതും വഖഫ് ബോർഡിനെ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എല്ലാ ഭൂമിയും വഖഫായിട്ട് ഏറ്റെടുക്കുക എന്നുള്ളതും ഇതിന്റെ പുറമെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറയുന്ന സംഗതികൾ, അതായത് വഖഫ് ട്രിബ്യൂണല്, വഖഫ് ബോർഡും ആയിക്കോട്ടെ, ഇതെല്ലാം സുപ്രീം കോടതിക്ക് മേലെയുള്ള അധികാര സ്ഥാപനങ്ങളാണെന്നുള്ള നരേഷൻ, ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോയിരിക്കുന്ന മുസ്ലിങ്ങളുടെ പ്രോപ്പർട്ടി വഖഫ് ചെയ്തതാണെന്നും അത് വഖഫ് ബോർഡിന്റെ കയ്യിലാണെന്നുള്ളതും, പിന്നെ ഈ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഖഫ് ബോർഡ് പോലെ അല്ല. ദേവസ്വം ബോർഡുകൾ എന്ന് പറഞ്ഞാൽ സിവിൽ കോടതിയിൽ പോയിട്ടാണ് ഭൂമി പിടിച്ചെടുക്കാനുള്ള കലാപരിപാടികൾ ചെയ്യുന്നതെന്നൊക്കെ പറയുന്ന നരേഷൻസ്, അതായത് ബേസിക്കലി വർഗീയത, ഒരു ബോധവും പൊക്കണോ ഇല്ലാതെ ഒരു സാധനവും വായിക്കാതെ വെറുതെ വ്യംഗ്യാർത്ഥം മാത്രം എടുത്ത് പച്ച വർഗീയത വിളമ്പുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. ദയവ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും റെഫറൻസോട് കൂടിയ വിമർശനങ്ങൾ നടത്തിയാൽ നാട്ടുകാർ അത് കേൾക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ അത് വെറുതെ വർഗീയവാദി പറഞ്ഞ് മാത്രം വിളിക്കലേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ മതം വിമർശിക്കാനായിട്ട് നിങ്ങൾ ഇങ്ങനെ ബന്ധപ്പെട്ട് കഷ്ടപ്പെടണ്ട, ബന്ധപ്പെട്ട് പോകണ്ട. മതപുസ്തകം വായിച്ച് അതിനെ സംബന്ധിക്കുന്ന ഇന്റർപ്രിട്ടേഷൻസ് വായിച്ച് പഠിച്ചിട്ട് വിമർശിക്കും സുഹൃത്തെ. അതല്ലാതെ വെറുതെ നരേഷൻ പുഷ് ചെയ്ത് അറിയാൻ പാടുള്ള സംഗതികൾ എടുത്ത് പെട്ടിലേക്ക് വെച്ച് വെറുതെ എന്തിനാണ് ഈ ആവശ്യമില്ലാതെ നുണ പറഞ്ഞ് നിങ്ങൾ എന്താണ് നേടാൻ ഉദ്ദേശിക്കുന്നത്? അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തായാലും യുയും ഷാബുക്കയും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഈ വക സ്ഥാപനങ്ങളും പ്രോപ്പർട്ടി ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന കലാപരിപാടികളൊക്കെ ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം, നിരീശ്വരവാദിയെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭോഷ്ക്ക് പിടിച്ച പരിപാടിയാണ്. മതം ഉപേക്ഷിക്കും മനുഷ്യനാവും. ദൈവത്തിന് എന്തിനു വസ്തു? ദൈവം നോൺ കോർപ്പോറിയൽ എൻറ്റിറ്റിയാണ്. അങ്ങേർക്ക് ഒരു 10 ഏക്കർ വസ്തു കിട്ടിയിട്ട് അങ്ങേര് എന്ത് പ്രപഞ്ചം മുഴുവനും ദൈവത്തിന്റെ അല്ലേ? പിന്നെന്തിനാണ് ഒരു അതെ, അതെ പിന്നെന്തിനാണ് വഖഫും 10 ദേവസ്വമൊക്കെ? 10 ഏക്കർ അതെ, എന്ത് കാര്യമായിരിക്കുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ നിയമങ്ങൾ ഇങ്ങനെയാണ്. വേറെ ചെയ്യാൻ അൾട്ടിമേറ്റ്ലി സൊസൈറ്റിയാണ് റിഫോംഡ് ആവുന്നത്. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള സൊസൈറ്റിയാണ് തീരുമാനം. വളരെ സങ്കീർണമായ ഒരു വിഷയത്തെ നമ്മളിവിടെ നമ്മുടേതായ രീതിയിൽ
യാതൊരു പക്ഷപാതിത്വവും ആഗ്രഹിക്കാതെ, അതിന് ശ്രമിക്കാതെ അവ പരമാവധി ഒഴിവാക്കിയിട്ടുള്ള ഒരു നിരീക്ഷണമാണ് നടത്താനായിട്ട് താല്പര്യപ്പെട്ടിട്ടുള്ളത്. വസ്തുതകൾ പരിശോധിക്കുക, അവ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വെക്കുക, നിരവധിയായിട്ടുള്ള തെറ്റിദ്ധരിപ്പിക്കലുകൾ പല ഭാഗത്തു നിന്നായിട്ട് പല ലക്ഷ്യങ്ങളോടുകൂടി, ദുരുദ്ദേശങ്ങളോടുകൂടി മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ നിയമപരമായിട്ടുള്ള പരിഹാര സാധ്യതകളും രാഷ്ട്രീയമായിട്ടുള്ള പരിഹാര സാധ്യതകളും തേടുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായിട്ടുള്ള കാര്യം. അതിന് പകരം വർഗീയ കാലുഷ്യങ്ങൾ ഉണ്ടാക്കുകയും മതക്കാർഡ് ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളോ രാഷ്ട്രീയ സംവിധാനമോ ഭരണ സംവിധാനമോ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയോ അല്ലെങ്കിൽ വർഗീയ വേർതിരിവുണ്ടാക്കി കേരള സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നത് വളരെ മോശമാണ്, ആത്മഹത്യാപരമാണ് എന്നുള്ള കാര്യം കൂടി പറയേണ്ടി വരും. ഇതിന്റെ പരിഹാര സാധ്യതകൾ നാനാ വിധത്തിൽ പരിശോധിക്കപ്പെടുകയും മുനമ്പ നിവാസികളുടെ പ്രശ്നങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മുഖവിലേക്ക് എടുത്തുകൊണ്ട് വഖഫ് നിയമമായിക്കോട്ടെ, വഖഫ് പ്രോപ്പർട്ടി ആയിക്കോട്ടെ, അതൊക്കെ 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ പരിഗണിക്കപ്പെടേണ്ട വിഷയങ്ങളാണ് എന്നുള്ള ധാരണയിൽ ഏറ്റവും പ്രധാനം മനുഷ്യരാണ്. അതിനുശേഷമേ നിയമങ്ങൾക്ക്, മനുഷ്യരുടെ സൗകര്യങ്ങൾക്കും മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിയമങ്ങൾ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഏതൊക്കെ നിയമങ്ങളാണ് മനുഷ്യർക്ക് ദ്രോഹകരമായി തീരുന്നത് അത്തരം നിയമങ്ങളെ അവഗണിച്ചു പോവുകയോ അല്ലെങ്കിൽ അത്തരം നിയമങ്ങളെ മറികടക്കാനുള്ള സംവിധാനങ്ങൾ മറ്റൊരു നിയമപരിഷ്കരണത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുകയോ ചെയ്തുകൊണ്ട് പരിഹരിക്കപ്പെടേണ്ട അത്തരം കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രമാണ് മുനമ്പ വിഷയം. പക്ഷേ അവിടുത്തെ ആയിരക്കണക്കിന് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത വിഷയമാണ്. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം നിൽക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ഓരോരുത്തരും ഇതിനാവശ്യമായിട്ടുള്ള പരിശ്രമങ്ങൾ, രാഷ്ട്രീയക്കാരെങ്കിൽ രാഷ്ട്രീയക്കാർ, മതനേതാക്കളെങ്കിൽ മതനേതാക്കൾ, നമ്മളെപ്പോലുള്ള സ്വതന്ത്ര ചിന്തകരെങ്കിൽ സ്വതന്ത്ര ചിന്തകർ, അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതി മത ഭേദമന്യേ, വിശ്വാസ അവിശ്വാസി ഭേദമന്യേ ഒരുമിച്ച് നിൽക്കുകയും കേരള സമൂഹത്തിന്റെ പിന്തുണ ഈ മുനമ്പ നിവാസികൾക്കൊപ്പം ചേർത്ത് വെച്ച് അവരുടെ വിഷയം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള നീക്കങ്ങൾ, രാഷ്ട്രീയവും നിയമപരവുമായിട്ടുള്ള നീക്കങ്ങൾ നടത്തി എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ അവരോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട ആവശ്യകത എപ്പോഴും ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവിധ സഹായവും അവർക്ക് നൽകാനായിട്ട് കേരള സമൂഹം മുന്നോട്ട് വരണം എന്ന് പറയുന്ന ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കും. ഓക്കെ, ഈ വിഷയത്തിൽ ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയിക്കാനോ ഉണ്ടെങ്കിൽ അത് കമന്റായി താഴെ രേഖപ്പെടുത്താനായിട്ട് താല്പര്യപ്പെടുന്നു. പൂർണ്ണമായിട്ട് രേഖകൾ മുന്നിൽ വെച്ചുകൊണ്ടല്ല ഞങ്ങൾക്ക് ഇത് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. കാരണം 1971 പറവൂർ സബ് കോടതിയുടെ വിധി നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. അത് കൺഫേം ചെയ്തുകൊണ്ട് 1975 ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള വിധിയും നമ്മുടെ മുമ്പിൽ ലഭ്യമായിട്ടില്ല. പക്ഷേ ലഭ്യമായിട്ടുള്ള രേഖകൾ പ്രകാരം ഈ വിഷയത്തെ പഠിക്കുകയും പ്രസന്റ് ചെയ്യാനാണ് ഞങ്ങൾ താല്പര്യപ്പെട്ടിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നൽകാൻ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം ഇൻഫിഡൽസ് ചാനലിന് എല്ലാ തരത്തിലുള്ള പിന്തുണ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണം എന്ന അഭ്യർത്ഥന കൂടി മുന്നോട്ട് വയ്ക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക.